പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 മെയ് മാസം 19-ാം തീയതി തുടർന്നുള്ള അല്പസമയം നാം ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന് 105-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്തനാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 104 ക്ലാസ്സുകളായിട്ട് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം കൂട്ടിയിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയ പഠനത്തിൻ്റെ തുടർച്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ആരാധിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആരാധനയാണ് പുതിയ നിയമത്തിൻ്റെ ആരാധനയെന്നും പുതിയ നിയമത്തിൻ്റെ ആരാധന സ്വർഗീയ ആരാധനയോടുള്ള ബന്ധത്തിലാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്നുമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും തമ്മിലുള്ള വ്യത്യാസത്തെ വെളിപ്പെടുത്തുകയാണ്. എന്തായിരുന്നു പഴയ നിയമത്തിൻ്റെ ആരാധന? കല്ലിൽ കൊത്തിയ പ്രമാണങ്ങളും തീയിലിറങ്ങി വന്ന ദൂതസാന്നിധ്യവും അതൊക്കെയും ഭയപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതും മനുഷ്യനെ മാറ്റി നിർത്തുന്നതുമായിരുന്നു. പർവ്വതം തുടരുന്ന എന്നുള്ള കർശനമായ ശാസന അവർക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് പർവ്വതം തൊടാൻ കഴിയാത്ത വിധത്തിൽ മാറ്റി നിർത്തിയ ഒരു ആരാധനയായിരുന്നു പഴയ നിയമത്തിൻ്റെ ആരാധന. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നു. അത് ദൈവത്തോട് നമ്മെ അടുപ്പിച്ചു. അത് നമ്മളെ അടുപ്പിച്ചത് ക്രിസ്തുയേശുവിൻ്റെ പുണ്യാഗ രക്തത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് രാത്രിയിലും ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയുടെ ശക്തി കുഞ്ഞാടിൻ്റെ ജീവന്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചതുകൊണ്ടാണ് അബ്ബ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് കൃപാസനത്തെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ഭാഗ്യമാണ് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ അകന്നു മാറ്റുന്നതായിരുന്നു, അടുത്തു വരരുന്ന് പറയുന്നതായിരുന്നു. അവിടെ മധ്യത്തിൽ സമാഗമന കൂടാരം വയ്ക്കുമ്പോഴും അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടകമായിട്ടുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എലിശ ദേവാലയത്തുള്ള ബന്ധത്തിൽ വരുമ്പോഴും എല്ലാവർക്കും ഒന്നും എല്ലാ സ്ഥലത്തേക്കും ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു. തിരശ്ശീല കൊണ്ട് മറയപ്പെട്ടതായിരുന്നു അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും. പ്രാകാരവും അനേകർക്ക് ദൂരെ നിന്ന് മാറി നിന്ന് കാണുവാനേ കഴിയത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതുകൊണ്ട് നമുക്ക് ആ രക്തത്തിൻ്റെ ശക്തിയാലുള്ള പ്രവേശനമുണ്ട്. പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ദൈവമക്കൾ പ്രവാചക ആത്മാവുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചും വരുവാനുള്ള കാലങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ദൈവമക്കൾ. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഇനി എന്താണ് പ്രവചനം? ലോകത്തിന് അനേക പ്രവചനം ആവശ്യമാണ്. തുടർന്ന് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. നമ്മൾ ആരാകുന്നു? ഈ ഭാവികാല സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു പ്രവചനമില്ല. അപ്പം അതുകൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ പുസ്തകമായിരിക്കുന്ന പ്രവചന കലവറയായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രവചനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് തെളിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ദൈവജനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പ്രവാചകന്മാരാകുന്നു എന്നാണ് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് പുതിയ നിയമത്തിലേക്ക് തന്നിരിക്കുമ്പോൾ നാം ആരായിരിക്കുന്നു, എവിടേക്കായിരിക്കുന്നു വന്നിരിക്കുന്നതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായ ഭാഷയിൽ അത് വെളിപ്പെടുത്തി നൽകുകയാണ്. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും പഴയ നിയമം എന്തായിരുന്നെന്നും അതിനെ മുഴുവനും അരച്ച് കലക്കി പഠിച്ച ഗമാലിയൻ്റെ കാൽക്കീഴിലിരുന്ന് ന്യായപ്രമാണത്തെക്കുറിച്ചും പ്രവാചക പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ച് പരിചയമുണ്ടായിരുന്ന ശൗൽ അവനെ ദൈവം സന്ദർശിച്ച് ആ ദൈവത്തിൻ്റെ മകനാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിലെ നിഴലായ ആരാധനയും പുതിയ നിയമത്തിൻ്റെ പൊരുളും അതുപോലെ തന്നെ വരുവാനുള്ള സമ്പൂർണതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം എബ്രായർക്ക് എഴുതിയ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 12-ാം അധ്യായം 18 വാക്യങ്ങൾ പ്രകാരം സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാകളനാദം, വാക്കോട് ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളെവിടെയാണ് വന്നിരിക്കുന്നത് എന്നിവിടെ പറയുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന് സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ മിസ്രൈമിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ സന്തതിയായ യാക്കോബ് എന്ന ഇസ്രായേലിന്റെ സന്തതിയെ 430 വർഷത്തെ അവിടുത്തെ പ്രവാസം കഴിഞ്ഞ് വെളിയിൽ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ
വലിയ പ്രവൃത്തി അവരെ നടത്തിക്കൊണ്ടുവന്ന് സീനായ പർവ്വതത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവിടെ അവരോട് സംസാരിച്ചതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞ സ്ഥൂലമായത് എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ലാത്ത തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അതേക്കുറിച്ച് പഠിക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 19 അധ്യായം 16, 21, 20, 10, 18 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതേക്കുറിച്ചാണ് അദ്ദേഹം എഴുത്തെഴുതിയിരിക്കുന്നത്. പ്രധാനമായിട്ട് ഭാഗങ്ങളെ വളരെ രത്നച്ചുരുക്കമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. സിനായി മലയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം കണ്ടുകൊണ്ട് മോശ പോലും പറയുകയാണ്, അദ്ദേഹം മുൾപ്പടർപ്പിൽ തീ കണ്ട വ്യക്തിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങനെ മനസ്സിലായത്. എന്നാൽ ഈ പർവ്വതം കത്തിക്കാടുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ സകലർക്കും ഭയമുണ്ടായി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ മൃഗം പോലും തൊടാൻ പാടില്ല, അതിനെ തൊട്ട് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലണം, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന സ്ഥലത്ത് മറ്റൊന്നിനും പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ആ ഒരു വലിയ കൽപ്പന കൊടുക്കുകയും അതങ്ങനെ സംഭവിക്കുകയും ചെയ്തപ്പോൾ ഒരു പറഞ്ഞു, ഇനി ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറയുവാട്ടെ, ഞങ്ങളോട് ഇനി ഇടപെടരുത്, കാരണം സംസാരിക്കരുത്, ഞങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല, അതിനൊരു ശക്തിയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്ന കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന, ഞങ്ങളോട് ഇടപെടണമേ എന്ന, നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന. പഴയ നിയമത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് കേട്ടുകൂടാ, ഞങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല, ശക്തിയില്ല, ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ആ വചനം നിന്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്ക് കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അപേക്ഷിക്കുകയാണ്, ഇനി ഞങ്ങളോട് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്ന കർത്താവേ എന്നോട് സംസാരിക്കണമേ, നമ്മളോട് സംസാരിക്കണമേ എന്ന് പറയുന്നതിന്റെ കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ അകറ്റി നിർത്തുന്ന പാപത്തെ ദൈവം മാറ്റിയത് കൊണ്ടാണ്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നമ്മളെ ശുദ്ധീകരിച്ചത് കൊണ്ടാണ് നാം ഒറ്റയ്ക്കും കൂട്ടായി ഒക്കെ പ്രാർത്ഥിക്കുന്നത്. എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഇതിന്റെ പിമ്പിൽ ഒരു ദൈവശക്തി കൊണ്ട്, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് പാപത്തെ നീക്കിയ, മരണത്തെ മാറ്റിയ യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ രക്തം നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത് കൊണ്ടാണ് ഏത് സമയത്തും അബ്ബാ പിതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കടുത്ത് ചെല്ലുവാൻ കഴിയുന്നത്. എന്നിട്ട് പറയാണ്, ആ വളരെ ഭയങ്കരമായ കാഴ്ച കണ്ടിട്ട് ഭയപ്പെട്ട് നിൽക്കുക, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്നിട്ട് പറയാണ് ഇവിടെ പൗലോസ് പറയുക, പിന്നെ എവിടെയാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്? നാം ഏതെങ്കിലും മലകളിലോ നാം ഏതെങ്കിലും പ്രത്യേകമായ ഒരു സ്ഥലത്തേക്കോ പോകാനുള്ളവരല്ല. ഇന്നും ലോകത്തിൽ അനേക തീർത്ഥാടന സ്ഥലങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ദൈവത്തെ ആത്മീയ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള തീർത്ഥാടന സ്ഥലങ്ങളില്ല. നമുക്ക് ഏതെങ്കിലും മലമുകളിലേക്ക് നാം പോകേണ്ട ആവശ്യമില്ല. എന്നാൽ പഴയ നിയമത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും സിയോൻ പർവ്വതത്തെ, ദൈവത്തിന്റെ തീ ഇറങ്ങിയ സീനായ പർവ്വതത്തെ കുറിച്ചൊക്കെ അവര് വളരെയധികം കരുതലോടെ കാത്ത് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് അങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളില്ല. നമുക്ക് അങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകണ്ട. യേശു ഉയർക്കപ്പെട്ട കല്ലറ പോയി കണ്ടിട്ട് അവിടെ പോയി കുമ്പിടണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നു നമ്മൾ പോകേണ്ടി വരുമായിരുന്നു. കർത്താവ് അതൊന്നും പറയാതെ വിശ്വാസത്തിന്റെ മാർഗം നമുക്ക് തുറന്നു തന്നു. ആ മാർഗത്തിനായി രാത്രി സ്തോത്രം ചെയ്തിട്ട് പൗലോസ് പറയുകയാണ്, പിന്നെയോ നാം എത്തിയിരിക്കുന്ന സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, വെളിപ്പാട് പുസ്തകം ഈ സ്വർഗീയ യെരുശലേമിനെ കുറിച്ച്
മീതെയുള്ള യെരുശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വർഗീയ യെരുശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ലഭിച്ചവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. മീതെയുള്ള യെരുശലേമും സ്വർഗീയ യജ്ഞമുള്ള ദൈവത്തിനകരമായ സ്വർഗീയ യെരുശലേം തമ്മിൽ വ്യത്യാസമുണ്ട്. 3 യെരുശലേമിനെ കുറിച്ചാണ് ദൈവനം പറയുന്നത്. ഒന്ന്, ഭൗമികമായിരിക്കുന്ന യെരുശലേം, അത് മഹാരാജാവിന്റെ നഗരമാണ്. ദൈവത്തായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹാനഗരമായിരിക്കുന്ന യെരുശലേം, അത് ഭൗമിക യെരുശലേമാണ്. അതിന്നും ഭൂമിയിലുണ്ട്. അവിടെ അതിനെ ആർക്കും നശിപ്പിച്ചു കളയാൻ കഴിയത്തില്ല. ഇവിടെ ആരുടെ എല്ലാം കൈവശം എന്തെല്ലാം ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായാലും, ഏതെല്ലാം സന്നാഹങ്ങൾ ഒരുക്കിയാലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അതിനൊന്നും തന്നെ അവിടെ അതിനെ നശിപ്പിച്ചു കളയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ നഗരമാ, മഹാരാജാവിന്റെ നഗരമാ. വേണമെങ്കിൽ ഞെരുക്കമായിരിക്കും, അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, തുടച്ചു നീക്കുവാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് തുടങ്ങിയതല്ല. 87-ാമത്തെ സങ്കീർത്തനം, നമുക്ക് സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നാം അവർ ഇസ്രായേലിനെ ഒരു ജാതിയാകാതെ വണ്ണം മുടിച്ചു കളയുക എന്നുള്ള പദ്ധതികളൊക്കെ ഇട്ട യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ പല ദുരാലോചനകൾ വെച്ചിട്ടുണ്ട്. 83-ാം സങ്കീർത്തനം ത്തെക്കുറിച്ച് വായിക്കുമ്പോൾ 83-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചുകളാക, അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. ഇങ്ങനെ ഐക്യമത്യപ്പെട്ട് എല്ലാവരും കൂടി വന്ന് സഖ്യരാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ 83-ാം സങ്കീർത്തനം പഠിച്ചിരുന്നു. ഇതിന്ന് തുടങ്ങിയതല്ല നശിപ്പിക്കണമെന്നുള്ളത്. പക്ഷേ ആരെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചാലും അത് നടക്കത്തില്ല. കാരണം മഹാരാജാവിന്റെ നഗരമാണ് യെരുശലേം. മീതെയുള്ള യെരുശലേമാണ് നമ്മുടെ അമ്മ. നമുക്കറിയാവുന്ന പരദീസയെ കുറിച്ചുള്ള 1, 2, 3 ഇതിനെക്കുറിച്ചും ചിന്തിച്ച് ദൈവം വെച്ചാൽ മരണാനന്തരങ്ങളെക്കുറിച്ചും പുനരുത്ഥാനങ്ങളെ കുറിച്ചുള്ള പഠനം ദൈവം വെച്ചാൽ ആരംഭിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള കൂടുതൽ മീതെയുള്ള യെരുശലേമിനെ കുറിച്ചുള്ള പഠനം നമുക്ക് ലഭിക്കുന്ന. ഇപ്പോൾ സ്വർഗീയ നമുക്ക് ഭൗമിക യെരുശലേമുണ്ട്, മഹാരാജാവിന്റെ നഗരമാണ്. ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണ്, യെരുശലേമിനെ കുറിച്ച് നിങ്ങളെന്താ എത്രമാത്രം വലിയ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യതയിൽ നമ്മൾ അവിടെ പോയി കാണാനല്ല പോകുന്നത്. പക്ഷേ നമുക്കറിയാം അവിടെ മഹാരാജാവിന്റെ നഗരമാണ്. അവിടെ എന്ത് ചെയ്യും? നമ്മൾ വന്ന് ഈ ലോകത്തെ ഭരിക്കുവാൻ രാജാവിനോട് വരുമെന്നുള്ള സത്യമാണ്. അപ്പോൾ മരണാനന്തരത്തിന് ശേഷമായി മീതെയുള്ള യെരുശലേമാകും നമ്മുടെ അമ്മയിലേക്ക് പ്രവേശിക്കപ്പെടണം. അതിൽ ഉൾപ്പെടുന്നവരാണ് സ്വർഗീയ യെരുശലേമിൽ ഉൾപ്പെടുന്നവര്. അപ്പോൾ ആ ഒരു പ്രത്യേക, ഇപ്പോൾ യെരുശലേമിൽ ജനിച്ചതുകൊണ്ടോ യെരുശലേമിൽ ജീവിച്ചതുകൊണ്ടോ മീതെയുള്ള യെരുശലേമിന്റെ ഭാഗമാകത്തില്ല, സ്വർഗീയ യെരുശലേമിന്റെ ഭാഗമാകത്തില്ല. എന്നാൽ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് അതിൻ്റെതായ നിലവാരങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ ജീവനുള്ള നഗരമായിരിക്കുന്ന ആ സ്വർഗീയ യെരുശലേമിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന നാം എത്തിച്ചേർന്നെങ്കിൽ പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നാം എവിടെയാണ് എത്തിയിരിക്കുന്നത്? നമ്മളിരിക്കുന്നിടത്ത് തീ കത്തിക്കാളിയിട്ടില്ല. നാം ഇരിക്കുന്നിടത്ത് കകളം നാലിത് ഇറങ്ങി വന്നപ്പോൾ, പരിശുദ്ധന്മാർ ഇറങ്ങി വന്നപ്പോൾ നമുക്കറിയാം, വലിയ കൊടുങ്കാറ്റടിക്കുന്ന പോലെ അവരവിടെ ഇരുന്ന സ്ഥലങ്ങളിൽ അഗ്നിനാഥികൾ, നാവുകൾ പറന്ന് അവരുടെ മേൽ പതിച്ച് അവർ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവത്തിന് വൻകാര്യങ്ങളെ പ്രസ്താവിച്ച് അത് ഒരിക്കലായിട്ട് സംഭവിച്ചതാണ്. പിന്നെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സംഭവം ഇതുവരെയും പിന്നീട് സംഭവിച്ചത് ഒരിക്കലായിട്ട് സംഭവിച്ചതാണ്, പിന്നീട് സംഭവിക്കത്തുമില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയാണ്, പിന്നെയോ ഇതിനെക്കുറിച്ച് വിവർത്തനം ചെയ്ത് വേഗത്തിൽ ചിന്തിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ മർമ്മങ്ങൾ അവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സിയോൻ പർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തെയാണ്. സിയോൻ പർവ്വതം, സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴ്ചിരിക്കുന്ന സിയോൻ പർവ്വതം ഭൂമിയിലുള്ള പർവ്വതമല്ല. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത് സിയോൻ പർവ്വതം എന്ന് പ്രസ്താവിച്ച സ്വർഗത. അതുകൊണ്ടാണ് വെളിപ്പാട് 14-ാമത്തെ നമ്മൾ കണ്ടു, നാം സിയോൻ പർവ്വതത്തിനും അതിന് 144,000 പേർ ദൈവത്തിന്റെ മുദ്രകളോടുകൂടി നെറ്റിൽ പേരിലൂടെ സംഘം നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് സിയോൻ മലയിൽ സിയോൻ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ നഗരമായ
സ്വർഗീയ യെരൂശലേമിനെയാണ് പുതിയ യെരൂശലേമായി വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം അത് ഇപ്പോഴത്തെ യെരൂശലേമല്ല, അത് വരുവാനുള്ള പുതിയ ആകാശ പുതിയ ഭൂമിയിൽ പണിതിറങ്ങി വരുന്ന കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മണവാട്ടിയെ കാണിക്കുന്നതിന് വേണ്ടി അതിൻ്റെ രൂപഭംഗിയെക്കുറിച്ച് ആലങ്കാരികമായ രീതിയിൽ അതിനെ വിവർത്തനം ചെയ്ത് അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് തേജസ്സിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ആ യെരൂശലേം ജീവനുള്ള ദൈവത്തിന് നഗരം എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണിക്കൂടാത്ത ദൂതന്മാരുടെ സർവസംഘത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ നഗരത്തിലുണ്ടായിരിക്കും. ഇവിടെ പ്രതിനിധികളായിട്ടാണ് 12 ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുടെ സാന്നിധ്യം പുതിയ യെരൂശലേം നഗരത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പൗലോസ് അപ്പോസ്തലന്റെ ആത്മാവിൽ ഈ ജീവനുള്ള നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അദ്ദേഹം എഴുതുകയാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥമായ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ എബ്രായ ലേഖനത്തിൽ നാം ഈ ചിന്തിക്കുന്ന വെളിപ്പാട് പുസ്തകം എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 22 മുതൽ അതിന്റെ 24 വരെയുള്ള വാക്യങ്ങൾ കേവലം 2 വാക്യങ്ങളെ ഉള്ളെങ്കിലും അതിൻ്റെ അകത്ത് നിർത്താതെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ വളരെ അധികമായി ഒരൊറ്റ ശ്വാസത്തിന് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിച്ചിരിക്കുന്ന അവസാന ഭാഗത്തിന്റെ പ്രധാന ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതേക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സിയോൻ പർവ്വതം സ്വർഗത്തിലുള്ളതാണ്, സ്വർഗമാണ്. അവിടെയുള്ള ജീവനുള്ള ദൈവത്തിന് നഗരമായ സ്വർഗീയ യെരൂശലേമിനെ പറഞ്ഞിരിക്കുന്നത് അവിടെ അനേക ദൂതന്മാരുടെ സർവസംഘം ഉണ്ടായിരിക്കുമെന്നും അതുപോലെ തന്നെ സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഇവനെ വ്യാഖ്യാനിക്കുമ്പോൾ പുതിയ യെരൂശലേം നഗരത്തിലെ പിതാവിന്റെ മന്ദിരം കുഞ്ഞാടാകുന്നു. അപ്പോൾ കുഞ്ഞാടാകുന്ന അടിസ്ഥാന കല്ലിനോട് ചേർന്ന് പിതാവിന്റെ ഭവനമായി തീരുന്നവരെയാണ് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിൽ ഉൾപ്പെടുന്നെങ്കിൽ മാത്രമേ, രാത്രി ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് തർപ്പിച്ച് പറയട്ടെ, അതിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ, ഇത് ആഗോള സഭയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ആഗോള സഭയിൽ 30ഉം 60ഉം 100ഉം മേനിയുണ്ട്. എന്നാൽ ഈ ആദ്യജാതന്മാർ സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയാണ് കുഞ്ഞാടിന്റെ മണവാട്ടി. അത് പറയാണ്, നിങ്ങൾക്ക് അതിനടുക്കിലേക്കാണ് നാം വന്നിരിക്കുന്നത്, അതിൽ പ്രവേശനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ എവിടെയൊക്കെ വന്നിരിക്കുന്നത്? സ്വർഗത്തോടുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ ദൈവത്തിന്റെ ജീവനുള്ള നഗരത്തോടുള്ള ബന്ധത്തിൽ. അതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അവിടെ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വർഗത്തിലെ ജീവനുള്ള നഗരത്തോടുള്ള ബന്ധത്തിൽ പറയുന്നതിൽ അതിലേറ്റവും പ്രാധാന്യതയുള്ളത് സ്വർഗത്തിൽ പേരിക്കുന്ന ആദ്യജാതന്മാരുടെ ബന്ധത്തിലുള്ള കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ക്രിസ്തുവിനോട് ചേരുന്നവരാണ് ആദ്യജാതന്മാരുടെ സഭ. അപ്പം അങ്ങനെ ഒരു സഭയുണ്ട്, ഫസ്റ്റ് ബോൺ, ചർച്ച് ഓഫ് ഫസ്റ്റ് ബോൺ എന്ന് പറയും, ആദ്യജാതന്മാരുടെ സഭ. അപ്പോൾ ഈ ആദ്യജാതന്മാരെ കുറിച്ച് അറിയണമെങ്കിൽ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഭാഗം പഠിക്കണം. വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ലേവ്യഗോത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ആദിജാതന്മാരുടെ എണ്ണത്തിനനുസരിച്ചാണ് അവർ വീണ്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ലേവ്യഗോത്രത്തിലുള്ള സകല ആദിജാതന്മാരും ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള കണക്കൂട്ടുകളിൽ അവരെ എണ്ണാതെ അവരെ മാത്രം മാറ്റി നിർത്തി ഇവർക്ക് വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി അവരെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് ആദിജാതന്മാരെ കുറിച്ച്. അപ്പോൾ പഴയ നിയമത്തിൽ ആദിജാതന്മാരുടെ ബന്ധത്തിലുള്ള ഒരു കണക്കെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ ആദ്യജാതന്മാരുടെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന ശുദ്ധീകരണത്തിലേക്ക് എത്തുന്നവരാണ് ആദ്യജാതന്മാരായിത്തീരുന്നവർ. ഇപ്പം നമ്മൾ ഈ ദൈവജനം പഠിച്ച് വെളിപ്പാട് ദിവസം പഠിച്ച് നമ്മൾ മാറുമ്പോൾ നമ്മൾ സഭയുടെ അംഗമാണെന്ന് പറയും. നാളെ പേരൊന്നും മാറ്റുമൊന്നും വേണ്ട കേട്ടോ. ഇന്ത്യൻ ആദ്യജാതന്മാർ, ഇന്ത്യൻ ഫസ്റ്റ് ബോൺ ചർച്ച് ഓഫ് ഇന്ത്യ എന്നൊന്നും ഇടുമൊന്നും വേണ്ട. ഞങ്ങളുടെ സഭ ആദ്യജാതന്മാരുടെ സഭയാണെന്നൊന്നും ആരും ക്ലെയിം ചെയ്യേണ്ട. നാളെ എന്നാൽ ഒരു പുതിയൊരു സഭ അങ്ങ് തുടങ്ങിയേക്കാം. പെന്തക്കോസ്ത് സഭയ്ക്ക് അല്ല, ചിലരങ്ങനെ ഉണ്ട്, എൻഡ് ടൈം മിനിസ്ട്രി എന്നൊക്കെ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. അത് എന്ത് പേര്. പക്ഷേ ഞാൻ പറഞ്ഞത് പഠിപ്പിച്ചുകൊണ്ട് നാളെ തന്നെ എന്നാൽ
നമ്മുടെ ചർച്ച് ഫസ്റ്റ് ബോൺ ചർച്ച് ആണ് എന്ന് പറഞ്ഞ് ഒരു പേരൊന്നും ഉണ്ടാക്കണ്ട. ഇത് ആഗോള സഭയിൽ നിന്ന് ദൈവം ദൈവം വേർതിരിച്ചെടുക്കുന്ന, ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ് ഈ ഈ ഈ പറയുന്ന ആദിജാതന്മാരുടെ സഭയെന്ന്. അത് വളർച്ച പ്രാപിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ തലയോളം വളരുന്നവരാണ് ആദിജാതന്മാരുടെ സഭയെ തീരുന്നത്. അല്ലാതെ ഒരു പ്രത്യേക ഒരു കൂട്ടമുണ്ടാക്കി നാളെ ഒരു പാസ്റ്റർ കൂടി കുറച്ച് പേരെ കൂട്ടി നമ്മുടെ സഭ ഫസ്റ്റ് ബോൺ ചർച്ചാണ്, ദ ചർച്ച് ഓഫ് ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാലൊന്നും ഫസ്റ്റ് ബോൺ ആകത്തില്ല. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരു പ്രൊഫസർ വന്നിട്ട് നാളെ ഒരു കോളേജ് തുടങ്ങിയിട്ട് നാളെ തന്നെ സയൻറ്റിസ്റ്റുകളുടെ ക്ലാസ് പറഞ്ഞിട്ട് നഴ്സറി പഠിക്കുന്ന പിള്ളേരെല്ലാം കൂട്ടി നടത്താൻ പറ്റൂ? അതേ എത്ര വലിയ പഠിത്തമുള്ള ആളാണെങ്കിലും കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഇത് സയൻറ്റിസ്റ്റിന്റെ ക്ലാസ് ആണെന്ന്, അല്ലെങ്കിൽ എല്ലാ സയൻറ്റിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് അറിവുണ്ട്, ശരിയാ, ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഒരുപക്ഷെ ഇതൊക്കെ അറിയാവുന്നത് കണ്ടുകൊണ്ട് ജനിച്ചു വീഴുന്നത് സ്നാനപ്പെടുന്നവരെല്ലാവരും ആദിജാതന്മാരാണെന്ന രീതിയിൽ പഠിക്കരുത്. അതുകൊണ്ട് അങ്ങനത്തെ സഭ ഉണ്ടാക്കാനും പാടില്ല, ഉണ്ടാക്കുകയും ചെയ്യരുത്. നമുക്ക് ഇന്ന് കാണുന്ന പെന്തക്കോസ്റ്റൽ വിശ്വാസമുള്ള ചർച്ചകൾ മതി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സഭ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നാം വളർച്ച പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. ചിലർ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്, സഭയ്ക്കകത്ത് മാറ്റങ്ങൾ വരുത്തുന്നത് സങ്കീർത്തനത്തിന് പകരം പാട്ട് പാടുക, അല്ലെങ്കിൽ സങ്കീർത്തനമൊക്കെ എടുത്ത് മാറ്റിയാണ് വളരെ മാറ്റം വരുത്തുന്നത്. അതൊന്നുമല്ല നമ്മുടെ മാറ്റം. നമ്മുടെ വിവാഹ സൂക്ഷിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനം എടുത്ത് മാറ്റിയിട്ടൊന്ന് കൊരിന്തലേഖനത്തിൽ സ്നേഹം വായിച്ച് കേൾപ്പിക്കുന്ന നല്ല മാറ്റം. അതൊന്നുമല്ല മാറ്റം. മാറ്റം സഭയ്ക്ക് പേര് പൊതുതിട്ട് മാറുകയല്ല ചെയ്യേണ്ടത്. മാറ്റം വരേണ്ടത് എൻ്റെ നിങ്ങളുടെ അകത്താ വരേണ്ടത്. സ്കൂളിന് കുഴപ്പമൊന്നുമില്ല, പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കുന്നത്. ഈ പഠിക്കുന്ന അവർക്കാണ് മാറ്റമുണ്ടാകേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കല്ലേ മാറ്റമുണ്ടാകേണ്ടത്. നാം ഒരു ഷൂ വാങ്ങിച്ചിട്ട് അതിന്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ മാറി വാങ്ങിക്കണം, അല്ലാതെ കാലിന്റെ നീളം കുറയ്ക്കല്ല ചെയ്യേണ്ടത്. മടയത്തരമാ പലരും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയുടെ പ്രമാണത്തെ നീ മുറിക്കാൻ പോകരുത്, മാറ്റാൻ പോകരുത്, മറിക്കാൻ പോകരുത്. അതങ്ങനെ തന്നെ നിൽക്കണം. നമുക്കാണ് മാറ്റം ആവശ്യമുള്ളത്, നമുക്കാണ് ആവശ്യം. ഇന്ന് രാത്രിയിലും പറയട്ടെ, ദൈവാത്മാവ് നമുക്കാണ് ആവശ്യം. നീളം കുറവാണെന്ന് കണ്ടുകൊണ്ട് ആ ഷൂവിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ തിരികെ വെച്ച് അതിനെ നീ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നൊക്കെ യോഗ്യമായത് വാങ്ങിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ദൈവസഭയ്ക്കൊരു കണക്കുണ്ട്. ദൈവസഭയുടെ കണക്കിനനുസരിച്ച് നമ്മൾ വളരണം. ദൈവതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പേരിട്ടുകൊണ്ട് ആദിജാതന്മാരുടെ സഭ എന്ന് പറഞ്ഞിട്ടൊന്നും കർത്താവിന്റെ വരവെങ്കിൽ പോകത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ പോകണമെങ്കിൽ നാം ആ ആദിജാതന്മാരുടെ ക്വാളിറ്റി ഉള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് സദൃശന്മാരായി തീരണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളതും ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നത് ഒരു മുന്നറിയിപ്പാണ്, എന്നോടുള്ള മുന്നറിയിപ്പാണ്, ഇത് കേൾക്കുന്ന എല്ലാവരോടുമുള്ള ഒരു മുന്നറിയിപ്പാണ് ദൈവാത്മാവ് നമ്മളെ അറിയിക്കുന്നത്. അല്ലെങ്കിൽ നാം ജീവനോടിരിക്കുമ്പോൾ ആ കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നതെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ സവിനയം ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങളെ ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുക്കണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പേര് മാറ്റിയിട്ടത് കൊണ്ടോ അത് ചർച്ചിന്റെ പേര് നാളെ മാറ്റിയത് കൊണ്ടൊന്നും നമുക്ക് പോകാൻ കഴിയത്തില്ല. എവിടെയാ മാറ്റം വരേണ്ടത്? എൻ്റെ ജഡത്തിൽ മാറ്റം വരണം, എൻ്റെ ആത്മാവിൽ മാറ്റം വരണം. അതേ തേജസ് കൊണ്ട് നിറയപ്പെടുന്നൊരു അനുഭവം നമ്മുടെ അകത്തുണ്ടാകണം. നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. ക്രിസ്തുവിനോട് അനുരൂപമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുവാൻ വേണ്ടിയാ വചനമെന്ന മായമില്ലാത്ത പാല് നാം അധികമായി കുടിച്ച് ദിവസങ്ങളിൽ വളർച്ച പ്രാപിക്കുന്നത്. അതിനുവേണ്ടി വളർച്ച പ്രാപിക്കേണ്ടത്. വചനം വായിക്കും തോറും, വചനം പഠിക്കും തോറും, വചനം കേൾക്കും തോറും നമ്മുടെ അകത്ത് വളർച്ച പ്രാപിക്കും. അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കും. ക്രിസ്തുവിനോട് അനുരൂപമായിരിക്കുന്ന ഒരകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ നമ്മുടെ അകത്തുണ്ടായിരിക്കും. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയണം, അവരെ കൂടാതെ പുതിയ യെരൂശലേമിൽ ആരൊക്കെയുണ്ട് സാന്നിധ്യമുള്ളതെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരുടെ സംഘമാണ്. അവരെയാണ് സിദ്ധന്മാരായ
നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയുണ്ട് ഇവിടെ? ഈ പൗലോസ് കാഴ്ചപ്പാട് പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായി. കൊരിന്ത്യർ ലേഖനം എഴുതിയ പൗലോസ് അറിയാമായിരുന്നു, നിരകളുണ്ട്, വിശുദ്ധന്മാരുടെ നിരകളുണ്ട്, സ്വർഗത്തിൽ പ്രയോഗിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയുണ്ട്, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുണ്ട്. പറഞ്ഞാൽ എൻ്റെ അർത്ഥം പഴയ പുതിയ നിയമത്തിൽ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. സ്വർഗീയ തേജസ്സിൽ സൂര്യ തേജസ് പ്രാപിക്കുന്നവരാണ് ആദ്യജാതന്മാരുടെ സഭയുടെ സ്വർഗീയ തേജസ്സിന് ഉടമകളായിത്തീരുന്നെങ്കിൽ, സിദ്ധന്മാരായിരിക്കുന്ന നീതിമാന്മാരുടെ ആത്മാക്കൾ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന തേജസ് വ്യത്യസ്തമാണ്. അവർക്ക് ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് നമുക്കറിയാം. അത് ചന്ദ്രതേജസ് പ്രാപിക്കുന്നവർ നഗരത്തിന്റെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ നക്ഷത്ര തേജസ് പ്രാപിക്കുന്നവർ മതിലിന്റെ ഭാഗമായിരിക്കും. നക്ഷത്രങ്ങളിൽ വ്യത്യസ്തമായ തേജസ് പ്രാപിക്കുന്നവർ അവർ ഗോപുരങ്ങളുടെ ഭാഗമായിരിക്കും. എന്നാൽ ആദിജാതന്മാരുടെ സഭയുടെ തേജസ് നമുക്കറിയാം സൂര്യ തേജസ്സാണ്. അപ്പോൾ ഇങ്ങനെ തേജസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് പറയുന്നത് പുതിയ യെരൂശലേമിൽ സാന്നിധ്യമുള്ളത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘമാണ്. ഇവരാണ് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറയും. അപ്പോൾ സിദ്ധന്മാരായിരിക്കുന്ന നീതിമാന്മാരുടെ ആത്മാക്കളും സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാക്കളുടെ ആത്മാക്കളും വ്യത്യസ്തമാണ്. പുനരുത്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന തേജസ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒടുവിലായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ത്രിയേക ദൈവത്തിന്റെ അഥവാ ദൈവിക തൃത്വത്തിന്റെ വെളിപ്പാട് ഇതിൽ രേഖപ്പെടും. പുതിയ യെരൂശലേമിൽ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ വെച്ച് പണിതിറങ്ങുന്ന സ്വർഗീയ യെരൂശലേമാകുന്ന ഇതിൽ ദൂതന്മാരുടെ സർവ്വസംഘമുണ്ട്. ആദിജാതന്മാരുടെ സംഘം അടിസ്ഥാനക്കല്ലിനോട് ചേർന്ന് മന്ദിരമായി തീരും. അതിൻ്റെ മതിൽ പണിയപ്പെടുന്നത് പഴയ നിയമത്തിലെ സിദ്ധന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഗോപുരങ്ങൾ നിൽക്കുന്നത് ഇസ്രായേലിൽ നിന്ന് സിദ്ധന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ബന്ധത്തിലാണ് അതിൻ്റെ ഗോപുരങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ നഗരം പണിയപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ സിദ്ധന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരായ കൊണ്ടാണ് അതിൻ്റെ നഗരം പണിയപ്പെട്ടിരിക്കുന്നത്. എന്ന് പറയുകയാണ് ദൈവിക തൃത്വം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി. സ്വർഗത്തിൽ പ്രയോഗിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാഴ്ചപ്പാട് ഇതാണ്. നമ്മളെ അന്ന് അവിടെ അടുത്ത് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ മാറ്റിയാൻ നിർത്തിയതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ യെരൂശലേമിനോട് നാം അടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തിലൂടെ കടന്ന് അതിവിസ്ഥലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും സാവകാശവും പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്നു. അതാണ് ഇവിടെ ദൈവിക തൃത്വത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിതാവാം ദൈവം ന്യായാധിപതിയാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം ജീവനാകുന്ന പരിശുദ്ധാത്മാവാകും. അപ്പോൾ ദൈവത്തിന്റെ ദൈവിക തൃത്വം ഇവിടെ നമുക്ക് വെളിപ്പെടാൻ സാധിക്കുന്നുണ്ട്. പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി എന്നാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ക്രിസ്തു യേശുവാണ്, പുത്രനാം ദൈവമാണ്. പുണ്യാക രക്തം ജീവനദിയാകുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ വെളിപ്പെടുത്തും. അപ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസ് എബ്രായർ ലേഖനം 12-ാം അധ്യായം അതിന്റെ നമ്മൾ ഇവിടെ വായിച്ച ഈ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ബന്ധത്തിൽ അതിന്റെ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന ഈ സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന കുഞ്ഞാടിന്റെ മണവാട്ടി, കാന്തയാകുന്ന മണവാട്ടിയോടുള്ള ബന്ധത്തിലുള്ള കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ലേഖനം, എബ്രായ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. പറഞ്ഞാൽ ഇവിടുന്ന് നിത്യജീവൻ പ്രാപിച്ചിട്ട് നാം വളർച്ച പ്രാപിച്ച് നമുക്ക് സിദ്ധന്മാരായ ആത്മാക്കളുടെ ബന്ധത്തിൽ നഗരത്തിന്റെ ഭാഗമായി തീരാം. അതിനേക്കാൾ അപ്പുറമായി ദൈവിക തൃത്വത്തിന്റെ പ്രവൃത്തി മുഖാന്തരമായി നമുക്ക് എന്നേക്കും പിതാവ് വസിക്കുന്ന
അവന്റെ മന്ദിരമായി തീരാനുള്ള ആദിജാത സ്വർഗത്തിൽ പ്രേരിക്കുന്ന ആദിജാതന്മാരുടെ സംഘത്തിൽ സഭയിൽ പെടുവാൻ നമുക്കുള്ള സാവകാശമുണ്ട്. അതിനുവേണ്ടിയാണ് പിതാവാം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അവന്റെ പുണ്യാഗ രക്തമാകുന്ന ജീവൻ തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇത്രയും ഭാഗം നമുക്ക് വെളിപ്പാടസുമായിട്ട് ഇതിന് വളരെ ബന്ധമുണ്ടല്ലോ. നാം പഠിച്ചതല്ലേ ഇതൊക്കെ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പിതാവാം ദൈവത്തിന്റെ സാന്നിധ്യം പുതിയ യെരൂശലേമിലുണ്ട്. പുത്രനാം ദൈവത്തിന്റെ സാന്നിധ്യം മന്ദിരമായിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ മന്ദിരത്തോടുള്ള ബന്ധത്തിൽ അവിടെയുണ്ട്. അപ്പൊ ഇത് സ്വർഗീയ യെരൂശലേം എന്ന ഈ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യമുണ്ട്. അവിടെ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും നീതിമാന്മാർ സിദ്ധന്മാരായിരിക്കുന്ന അഥവാ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരുടെ ആ ആത്മാക്കൾ പുനരുത്ഥാനം പ്രാപിച്ച് അവിടെ കാണും. അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രേരിക്കുന്ന ആദിജാതന്മാരുടെ സഭയുടെ സംഘം അതിലുണ്ടായിരിക്കും. അനേകായിരം ദൂതന്മാർ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് ആ സ്വർഗത്തിൽ നിന്നാണ് പണിതിറങ്ങുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഉൾക്കാഴ്ചയോടെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയതെങ്കിൽ അതിന്റെ വ്യക്തമായ വെളിപ്പാടാണ്. വെളിപ്പാട് ദിവസം 21 അധ്യായത്തിൽ നാം പഠിച്ചത്. 21, 22 അധ്യായം പഠിക്കുമ്പോൾ അതാണ് നമുക്കത് മനസ്സിലാകും. അപ്പം നമ്മുടെ ആരാധന എന്താണ്, എവിടേക്കാണ് അടുത്ത് വന്നത് ഇന്ന് രാത്രി ഇനി ആരാധിക്കാനിരിക്കുമ്പോൾ ഇനി മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് നാം എവിടേക്കാണ് അടുത്ത് വരുന്നത് മനസ്സിലാകണം. എന്താണ് നാം ചിന്തിക്കേണ്ടത്? അന്ന് അവർ പലതിനെയും കണ്ടും ഭയപ്പെട്ടും മാറിയെന്നെങ്കിൽ ഇന്ന് നമുക്ക് കൃപയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാവി വാക്തത്വമായിരിക്കുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ചിന്ത കണ്ടുകൊണ്ട് ദിവസങ്ങളിൽ സ്വർഗാസ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന അതിൻ്റെ ഒരു ഭാഗമായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വേണം ദിവസങ്ങളിൽ നാം ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. വിശ്വാസ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുന്നത് ഭൗമികമായിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള മൽപിടുത്തമാകരുത്. ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹം മുഴുവനും ഈ സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന ആ വിശുദ്ധ നഗരമാകുന്ന ജീവനുള്ള നഗരത്തിന്റെ സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ പെടുവാനുള്ള വലിയ ആഗ്രഹവും ആവേശവും ആനന്ദവുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. സന്തോഷത്തോടെ ഇതിനെ പിൻപറ്റിയാൽ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. നമുക്കറിയാം, യാക്കോബ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി അവൻ 7 വർഷം കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. പിന്നീട് ആ ലേയെ കൊടുത്തപ്പോൾ അവന് കിട്ടിയില്ല. അതിനുശേഷമായി റാഖേലിന് വേണ്ടി അവൻ 7 വർഷം ശേഷം അവൻ ആ ദിവസം വളരെ ചുരുക്കമായിട്ടാണ് തോന്നിയെന്ന് പറയുക. കാരണം അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് റാഖേൽ. അതുകൊണ്ട് അവിടെ 14 സംവത്സരം അവൻ ചെയ്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ ആദ്യത്തെ 7 വർഷം കടന്നുപോയതുപോലെ തന്നെ അവന് ലഭിച്ചു. അത് കഴിയുമ്പോൾ തന്നെ 7 വർഷം കഴിയുമ്പോൾ തന്നെ റാഖേലിനെ കൊടുത്തുവെങ്കിലും റാഖേൽ ലഭിച്ചത് മുഖാന്തരമായി അവന്റെ 7 വർഷത്തെ തുടർന്നുള്ള അവന്റെ ആടുപരിപാലനത്തെ കുറിച്ച് നയിക്കുന്നത് അതവന് വലിയ കാര്യമായിരുന്നില്ലെന്നാണ്. കാരണം നമുക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബേർഡനല്ല. നിന്റെ ജോലി നിനക്ക് താല്പര്യമാണെങ്കിൽ അതൊരു ബേർഡനല്ല, ഭാരമല്ല. ആത്മീയത ഒരു ഭാരമല്ല. അതെ, ജോലി ഒരു ഭാരമല്ല. കുടുംബത്തിലെ ജോലി ഒരു ഭാരമല്ല. മക്കളെ വളർത്തുന്നത് ഭാരമല്ല. വിവാഹം കഴിക്കുന്നത് ഭാരമല്ല. ഇതൊന്നും ഭാരമല്ല. ദൈവം വെച്ചിരിക്കുന്നതൊന്നും ഭാരമല്ല. അതിനെ നാം സ്നേഹത്തോടെ നമുക്കതിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു ഭാരമല്ല. അല്ലെങ്കിൽ പ്രാർത്ഥന ഭാരമായിരിക്കും, ഹോൾ നൈറ്റ് പ്രയർ ഭാരമായിരിക്കും, ഉപവാസ പ്രാർത്ഥന ഭാരമായിരിക്കും, ആരാധനയ്ക്ക് പോകുന്നത് ഭാരമായിരിക്കും. കാരണം വാഞ്ചയില്ലാത്തത് കൊണ്ടാ, ആഗ്രഹമില്ലാത്തത് കൊണ്ടാ. ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന സന്ദേശം മനസ്സിലായോ? ആത്മീയമായൊരു വാഞ്ച ഉണ്ടായിരിക്കണം. എനിക്കത് പ്രാപിക്കണമെന്നുള്ള ഉള്ളിലുള്ള ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നാം എന്തെല്ലാമാണോ അതിനുവേണ്ടി മാറ്റേണ്ടത് അത് മാറ്റുന്നത് ഒരു ഭാരമായിട്ടല്ല. നാം അതിൽ നിന്ന് മാറി നിൽക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. അതല്ലാതെ കഷ്ടത കൊണ്ടും നമ്മുടെ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ട് കർത്താവ് ദൈവത്തിന്റെ വചനം ഭാരമാണെന്ന് പറയുമെന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ അവരോട് സംസാരിക്കുന്നത് ഭാരമാണ്. കർത്താവ് പറഞ്ഞ അങ്ങനെ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. എന്റെ വചനം ഭാരമാകുന്നെന്ന് പറയരുതെന്ന് പറഞ്ഞു. പ്രവചനം എടുത്ത ദിവസം ഇരിമയ പ്രവചനം എടുത്ത് വായിച്ചാൽ എനിക്ക് റെഫറൻസ് ഇപ്പം എടുത്ത് വരാൻ പറ്റത്തില്ല. ഇവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഭാരമാന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ദൈവമാണ് ശരിയാ, ഭാരമൊക്കെയാ. പക്ഷേ മിണ്ടരുത്. ഇത് ഭാരം വെറുതെ വെച്ചതല്ല.
ഈ വളഞ്ഞിരിക്കുന്ന, നമുക്കറിയാമല്ലോ, അസ്ഥിയൊക്കെ ഈ നട്ടലിനൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഇട്ട് കിടത്തും. എന്തിനാണെന്നറിയാമോ? അത് ഭാരമാണ്. ഭാരം ഈ വെയിറ്റ് ഇട്ടിട്ട് നട്ടലിൻ്റെ വേദന മാറ്റാൻ വേണ്ടി, അത് വളവ് മാറ്റാൻ വേണ്ടി പിടിച്ചു കിടത്തും. ഭാരമാണ്. ഈ ഭാരം വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മനഃപൂർവ്വ ഭാരം ഇട്ടിരിക്കുന്നതാണോ? അല്ല. ഇതിനു വേണ്ടിയാ. നടുവിൻ്റെ കണ്ണികൾ അത് നേരെയാക്കാൻ വേണ്ടിയാ. അത് ചെയ്ത് ചികിത്സയാ. ഭാരം നോക്കുമ്പോൾ അത് ഭാരമാണ്. പക്ഷെ ആ ഭാരം വെച്ച് തന്നിരിക്കുന്നത് വെറുതെ ഭാരപ്പെടുത്താൻ വേണ്ടിയാണോ? അല്ല. പിടിച്ചു കെട്ടി രണ്ടു കാലയിലും ഇങ്ങനെ വെയിറ്റിട്ട് കിടത്തിരിക്കുന്നതിന്റെ കാരണം നേരെ നിൽക്കാൻ വേണ്ടിയാ. ഇത് കഴിഞ്ഞപ്പോൾ നേരെ നിർത്താൻ വേണ്ടിയാ. അപ്പം പറയാം ഭാരമാണെന്ന് പറയരുത്. അതുകൊണ്ട് ഇത് ഭാരമാണെങ്കിൽ ചികിത്സ ഭാരമാണെന്ന് പറഞ്ഞെങ്കിലും എന്തിനു വേണ്ടിയാ ചെയ്യുന്ന? കർത്താവ് പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മേൽ തരുന്നത് ഭാരമല്ല, നിന്റെ വളവ് നൂരാൻ വേണ്ടിയാ, നീ വളർച്ച പ്രാപിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി നാം എന്ത് ചെയ്താലും, ദൈവനാമത്തിന് വേണ്ടിയല്ല, നാം എന്ത് ചെയ്താലും അതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീനെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ ചെയ്യുവാൻ. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, ഇതൊന്നും ഭാരമല്ല. കുഞ്ഞുങ്ങളെ വളർത്തിയില്ല എല്ലാവരും? അല്ലെ അവർ കരയുമ്പോൾ ഭാരമായിരുന്നോ? അല്ല. രാത്രി എഴുന്നേക്കുമായിരുന്നു. എന്താ? അവരെ ഭാരമായിട്ടല്ല കണക്കാക്കിയത്. എന്നൊരു വേലക്കാരാണ് നോക്കുന്നെങ്കിൽ അവർക്ക് ഭാരമാണ്, അല്ലേ? ശമ്പളത്തിന്റെ അത് നോക്കിയാ അവർ വളർത്തുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനെ നോക്കുന്നത് അത് ഭാരമല്ല, അത് അവരുടെ ദൗത്യമാണ്, ജോലിയാണ്, അതിൽ സന്തോഷമാണ്. ഒരുപക്ഷെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിലെ ഉണ്ട്, പക്ഷെ അതൊരു ഭാരമല്ല. ജോലിക്കാരാണെങ്കിൽ അതവർക്ക് ഭാരമാണ്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ എൻ്റെ ദൈവിക ഈ വചനത്തിന്റെ പഠനത്തിന് അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വചന പഠനം ഒരു ഭാരമല്ല, ആരാധന ഒരു ഭാരമല്ല, ഫാമിലി കോൺഫറൻസ് ഒരു ഭാരമല്ല, ദൈവിക കൂട്ടായ്മ ഒരു ഭാരമല്ല. അതുകൊണ്ട് ആത്മീയമായിരിക്കുന്ന ഒന്നും ഭാരമല്ല. സന്തോഷമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കരമുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഒരു ഭാരമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു ഭാരമായിട്ടല്ല, സന്തോഷത്തോടെയാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ ക്ലാസ്സിന്റെ ഓരോ ക്ലാസ്സുകളും പഠിപ്പിക്കുന്നത്. കാരണം എനിക്കിതൊരു ഭാരമല്ല, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, എൻ്റെ ക്രിസ്ത്യ ജീവിതം ഒരു ഭാരമല്ല, എനിക്ക് ആനന്ദമാണ്. കാരണം എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. അത് അവൻ ആനന്ദ തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം ഒരു ഭാരമല്ല, ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ഭാരമല്ല, സന്തോഷമാണെന്ന് വിശ്വാസമുള്ള ജീവിതങ്ങൾ ദൈവത്തിന് കരമുയർത്തിയിരിക്കുന്ന സ്ഥലത്ത് സ്തോത്രം ചെയ്യണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരമല്ല, സന്തോഷമാണ്. അതേ മണിക്കൂറിൽ നിന്ന് പഠിപ്പിക്കുന്നതും കേൾക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊരു ഭാരമല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും നമ്മുടെ വളവുകളൊക്കെ നൂരാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം നന്നാകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഭാരമല്ല, സന്തോഷമാക്കി ഇതിനെ മാറ്റുവാൻ. അതായത് നിന്റെ ജോലി, നമ്മുടെ ജീവിതത്തിന്റെ ഏത് വിഷയമാകട്ടെ, അതിനെ സന്തോഷത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വിഷയമായി മാറത്തില്ല. അതൊക്കെ കഴിഞ്ഞു പോയായിട്ട് തോന്നും, ഇതിലൊരു ബുദ്ധിമുട്ടായി തീരത്തില്ല. രാത്രിയിൽ ഈ ഒരു സന്ദേശം ഞാൻ ആത്മാവിൽ നിങ്ങളോട് അറിയിക്കുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം ഭാരമേറിയതല്ല. അരിശന്റെ ജീവനാളൊക്കെയും അതിന് കഷ്ടകാല ദുരിതം എന്നാണ് പറയുന്നത്. ഇത് സന്തോഷമില്ല, അത് അരിശന. എല്ലാറ്റിലും നമ്മൾ ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ മറ്റ് സകല മനുഷ്യരെക്കാൾ നമ്മൾ അരിശന്മാരാണ്. അയ്യോ, ഒരിക്കലും അവിടെ കണ്ണു തിരുമാറത്തില്ല. എന്നും 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 അരിശത മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ശോഭയുള്ള ഭാവി കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റി ഞാൻ ഇന്നീ കടന്നു പോകുന്ന കഷ്ടതയ്ക്കപ്പുറമായി ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു തേജസ്സിന്റെ ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതം സന്തോഷത്തോടെ നയിക്കാനായിട്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പുതിയ നിയമത്തിന്റെ നമ്മൾ കടന്നു വന്നിരിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പഴയ നിയമത്തിൽ അവരെല്ലാം പറഞ്ഞ് ഭാരമാ കാണരുത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, കുഞ്ഞാടെ രക്തം കൊണ്ട് ഞങ്ങളെ അടിപ്പിച്ച് ഞങ്ങളുടെ പാപം നീക്കി ഞങ്ങളെ ശുദ്ധരാക്കി ഞങ്ങളുടെ മക്കളാക്കി തീർത്തപ്പോൾ അങ്ങേ കാണുവാൻ, അങ്ങയുടെ മുഖം മുത്തുവാൻ എനിക്ക് വാഞ്ചയേറുന്നേ എന്ന് രാത്രി നമുക്ക് പറയാം.
അതെ, അവന്റെ ആത്മമണവാട്ടിയായി തീരുവാൻ, അവനോട് ചേരുവാനുള്ള വലിയ ആഗ്രഹമുള്ളവരായിരിക്കണം ദൈവമക്കൾ. നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹത്തിലേക്ക് അതായിത്തീരട്ടെ. മറ്റെന്തിനേക്കാളുപരിയായി ക്രിസ്തുവിനോട് ചേരുവാനുള്ള, നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിന്റെ മുഖം കാണുവാൻ, അവനെ മുത്തം ചെയ്യുവാൻ, അവനെ ആലിംഗനം ചെയ്യുവാൻ, അവനോട് ചേരുവാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരണം. അതിനുവേണ്ടിയാണ് നാം ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുന്നത്. പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും സ്വർഗീയനെ കുറിച്ചും മതിലിനെ കുറിച്ചും ഗോപുരങ്ങളെ കുറിച്ചും നഗരത്തെക്കുറിച്ചും മന്ദിരത്തെക്കുറിച്ചും, അതേ ജീവജല നദി ഒഴുകുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയെ കുറിച്ചും ഒക്കെ പഠിക്കുന്നത്. ഇത് എൻ്റെ അനുഭവമാണ്, എൻ്റെ അവകാശമാണ്, ഞാൻ അതിൻ്റെ ഭാഗമാണെന്നുള്ളത് നാം ദിവസങ്ങളിൽ മറന്നുകളയാതെ നമ്മുടെ അവകാശത്തെ, നമ്മുടെ വാഗ്ദത്തത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിച്ചാൽ ക്രിസ്തു ജീവിതം ഭാരമായി തീരത്തില്ല എന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടി ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു. അതല്ല എങ്കിൽ ബാക്കി ഈ ദർശനമില്ലാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം വലിയ ഭാരവും ഭാവവും ഒക്കെ ആയിരിക്കും. അപ്പൊ പുതിയ നിയമത്തിലെ വിശ്വാസത്താലാണ് ഇവയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന അതിവിദൂരമില്ലാത്ത ഭാവിയിൽ അധികം താമസിയാതെ വരുവാനുള്ള പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെടും. അതിന് മുമ്പായി നടക്കേണ്ട കാര്യങ്ങളൊക്കെ അതേക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഭാവി കാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒടുക്കത്തെ നാളിൽ നടക്കുന്ന 7 സംഭവങ്ങൾ, കർത്താവിന് മഹത്വ പ്രതിഷ്ഠ നടക്കുന്ന 7 സംഭവങ്ങൾ, അതിന് മുമ്പ് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇടുനാഥ് മതിക്കുന്ന 7 ദിവസങ്ങൾ, ഇങ്ങനെ 7 മുദ്ര, 7 കാകളം, 7 കലശം, 7 ഇടുനാഥ് മതിക്ക് 7 ദിവസങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മൾ സവിസ്തരമായി കഴിഞ്ഞ 104 ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നത് ഒന്നും വെറുതെയുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം സംഭവിപ്പാനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ അതേ പൊതുവാന ഭൂമി ഇനി അവൻ ചേർക്കുവാൻ വേണ്ടി വന്നു കൊണ്ടുപോയ ശേഷമായി, നമ്മളവിടെ എത്തിയ ശേഷമേ ഈ നഗരം പണിയപ്പെടുകയുള്ളൂ. അത് പണിയപ്പെടണമെങ്കിൽ അതിൻ്റെതായ സമയമുണ്ട്. അതിൻ്റെ സമയത്ത് അവൻ സകലവും ഭംഗിയായി ചെയ്യും. ഒരൊറ്റ കാര്യം ചെയ്തു കൊടുത്താൽ മതി, അവൻ്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ, എന്നെ പണിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസത്തോടെ ക്രിസ്ത്യ ജീവിതം, വിശ്വാസത്തിൽ നാം തികവുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ ഇതൊക്കെ മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാരമെല്ലാം മാറി നമുക്ക് സന്തോഷത്തോടെ ജീവനോടെ രാത്രിയിലൊക്കെ കിടന്ന് ഇതൊക്കെ ചിന്തിക്കണം കേട്ടോ. നിത്യതയെക്കുറിച്ചുള്ള കുറിച്ചും പൊതുവാന ഭൂമിയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചും അവിടേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ സിയോനെ നഗരത്തെക്കുറിച്ചും ഉള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തെ നാം ദിവസങ്ങളിൽ ആഗ്രഹത്തോടെ വാഞ്ചിക്കുക. കർത്താവ് തരും. അത് നിങ്ങൾ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ചിന്തിക്കുന്നവഴി അമേരിക്കയെ കുറിച്ചായിരിക്കും അല്ലേ. നമ്മുടെ കയ്യിരിക്കുന്ന ടിക്കറ്റിന്റെ അനുസരിച്ച് ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കും. പോകേണ്ട ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് പോകാൻ വളരെ വാഞ്ചയായിരിക്കും. ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കാണെങ്കിൽ പോകാൻ തോന്നത്തുമില്ല അല്ലേ. അങ്ങനെയല്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ പോകാൻ വളരെ വലിയ ആഗ്രഹമായിരിക്കും. ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മളവിടെ പോകാൻ ആഗ്രഹിക്കത്തുമില്ല. എങ്ങനെയെങ്കിലും അതിന് ഒഴിവാകണമേ എന്ന് പറയും. അതുകൊണ്ടെന്ന് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വാഞ്ചിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ആഗ്രഹവുമായി ടിക്കറ്റും വിസയും എല്ലാം റെഡിയാക്കി വെച്ച് മുറുകെ പറ്റുന്ന ഭാരവും എല്ലാം മാറ്റി കർത്താവിന്റെ കാഹളം ധ്വനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. ഏതു നിമിഷം കർത്താവിന്റെ കാഹളം ധ്വനിച്ചാലും ഈ ഭാരവും ഒന്നുമില്ലാതെ, മുറുകെ പറ്റുന്ന ഭാവമൊന്നുമില്ലാതെ കാഹളം ധ്വനിക്കുമ്പോൾ അതെ ഈ ശരീരം രൂപാന്തരപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവവചന പഠനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ദൈവവചനത്തിന്റെ ആധികാരികതയിൽ നാം ചിന്തിക്കുമ്പോൾ പുതിയ യെരൂശലേം സ്വർഗീയ സിയോനിൽ നിന്ന് ദൈവദയസോടെ ഇറങ്ങി വരുമെന്ന് അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രവാചകന്മാരായിരിക്കുന്ന വചനത്തിന്റെ പ്രവാചകന്മാരായിരിക്കുന്ന പ്രവാചകന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പൗലോസിന് അത് അറിയാമായിരുന്നു. എത്രയോ ലേഖനങ്ങൾക്കകത്തെല്ലാം എഴുതുക. അതിൽ നിന്നൊക്കെ നമ്മളെടുത്താണ് ഈ മരണാനന്തരത്തെക്കുറിച്ചും പുനരുത്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഭാഗങ്ങളെടുത്ത് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ അതിന് കാരണമായി തീർന്നത് ഭക്തന്മാർക്ക് ദൈവം കൊടുത്ത, വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്ത, അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകളെ
അവരൊക്കെ ലഭിച്ച സ്വർഗീയ ദർശനത്തിന്റെ ആധികാരികൾ നിന്നുകൊണ്ട് എഴുതിയിരിക്കുന്ന വചനത്തിൽ അത് മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് വരുന്നത്. അവസാനമായി നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിതേജസ്സിന്റെ നിത്യയുഗം പൊതുവാന ഭൂമിയിൽ ആരംഭിക്കുന്നത് അത് വളരെ അധികം താമസിയാതെ നടക്കപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. കാരണം കർത്താവ് വന്നു കഴിഞ്ഞാലും ഒരു 1007 വർഷമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തിന് ഈ 1000 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലെയുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദിവസവും ഒരു ദിവസത്തിന് 1000 വർഷം. ഇപ്പം നമ്മുടെ 1000 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. പക്ഷേ കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് 1000 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലെയുള്ളൂ. ഒരു ദിവസം 1000 ദിവസം പോലെ, ഒരു 1000 വർഷം എന്ന് പറയുന്നത്. ദൈവത്തോട് ചേരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുകയും പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഇത്രയും കാലങ്ങളൊക്കെ ചെറുപ്പം മുതൽ ഇങ്ങനെ നടന്നു വന്ന് ഇത്രയുമൊക്കെ ആയപ്പോൾ ഈ ലോകത്തിന്റെ ചുരുക്ക സമയത്തിനുള്ളിൽ നമ്മൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ 1000 വർഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. പക്ഷെ ദൈവത്തോടു കൂടെ ചേരുമ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, അത് ഹ്രസ്വമായിട്ട് തോന്നും. ദൈവത്തോട് ചേർന്ന് കഴിയുമ്പോൾ 1000 വർഷത്തെ വാഴ്ചയൊക്കെ ഒരു ദിവസത്തിൽ തുല്യമായിരിക്കും. കൂടുതൽ ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് അതിവിദൂരമല്ലാത്ത ഭാവി എന്ന് പറഞ്ഞാൽ. നമ്മൾ നോക്കുമ്പോൾ 1007 വർഷം ഉണ്ടല്ലോ വിചാരിച്ച് നമ്മൾ അയ്യോ ഇനി 1007 വർഷം കഴിയുമ്പോഴത്തല്ലേ ഇതൊക്കെ പൊതുവാന ഭൂമിയിലേക്കൊക്കെ വരുന്നത്. പക്ഷെ ദൈവം ഇത് ഒരു ദിവസമേ ഉള്ളൂ. കർത്താവിന്റെ കണക്ക് പ്രകാരം ഒരു ദിവസമാണ് 1000 വർഷം. അതൊരു കണക്ക് പറഞ്ഞപ്പം ദൈവത്തിന് ഇതൊന്നും. അതുകൊണ്ടാണ് ഞാൻ വേഗം വരുന്ന പറയുന്നത്. നമ്മൾ വിചാരിക്കും വേഗം വരുന്നു 2000 വർഷമായിട്ട് വന്നില്ലെന്ന്. കർത്താവ് എനിക്ക് നിന്റെ നിങ്ങളുടെ 1000 വർഷം എനിക്ക് ഒരു ദിവസമാണ്. മനസ്സിലായി? നമ്മളീ പറയും കർത്താവ് വേഗം വരുമെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും കർത്താവ് വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി ഇന്ന് രാത്രി ദൈവമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ദൈവത്തിന്റെ വചനത്തിൽ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നതെന്ന് എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഇപ്പം ഈ 1000 വർഷമായിട്ട് കർത്താവ് വന്നില്ല, 2000 വർഷമായിട്ട് കർത്താവ് വന്നില്ല എന്ന് പറയുന്നവരോട് ഈ വചനം ഇനി ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വായിച്ചത് 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 8-ാം വാക്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ. 1 day is equal to 1000 years. അതെന്നെ തിരിച്ചു പറയുകയാണ്, 1000 years equal to 1 day. അത് ഒന്ന് തന്നെയാണ്. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയാണ്. ഒരു കണക്ക് പറയുക ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകും. ഇത് ഇന്ന് രാത്രി മർമ്മം മനസ്സിലാകുന്ന ഈ മൂട് പറയുമ്പോൾ ഇതാ ഞാൻ വേഗത്തിൽ വരുന്ന പറഞ്ഞിട്ട് കർത്താവ് വേഗത്തിൽ വരുന്നത് 2000 വർഷം മുമ്പ് പറഞ്ഞിട്ട് ഇന്ന് വരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, എന്റെ കണക്കും പ്രകാരം 2 ദിവസമായിട്ടുള്ളൂ. ദൈവത്തിന്റെ കണക്ക് എത്ര ദിവസമായി എല്ലാവരും പറയാമോ? 2 ദിവസം അല്ലേ? 2000 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ എത്രയോ ചരിത്ര സംഭവങ്ങൾ അല്ലേ? 100 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ്. ഇപ്പം 100 വർഷങ്ങൾ, 200 വർഷം, 300 വർഷം, അത് അടിമത്തങ്ങള്, കോളനി ഭരണങ്ങള്, ചരിത്രം പുറകോട്ട് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞതെല്ലാം എനിക്ക് ഒരു ദിവസമാണ്. ഇനിയിപ്പം ആർക്കും സംശയം ഉണ്ടാകത്തില്ലല്ലോ. കർത്താവ് വേഗം വരുമെന്ന് പറയുമ്പോൾ അതാ ഞാൻ വേഗം വരുമെന്ന് പറയുമ്പോൾ മാറ്റിയിട്ട് വരണമെന്നൊന്നും പറയണ്ട. ചിലര് പറയുന്നത് അതുകൊണ്ടാണ്, ദൈവം 1000 വർഷമായിട്ടും വന്നില്ല, 2000 വർഷമായിട്ട് വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം വരണമെന്ന് പറയത്തില്ല എന്ന് പറയരുത്. നിനക്ക് അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. എന്താ പറയേണ്ടത്? കർത്താവായ യേശുവേ വേഗം വരണമേ എന്നാ പറയേണ്ടത്. ഞാനത് വെളിപ്പാട് അവസാനത്തേക്ക് വരുമ്പോൾ അത് ഇന്നത്തെ പഠനമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇന്ന് പഠിച്ച് അവസാനം നോക്കി 2000 വർഷം യേശു വന്നില്ല, അതുകൊണ്ട് വേഗം വരുന്നത് പറയുന്നൊരു നാണക്കേട്, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്. നിനക്ക് എൻ്റെ വചനത്തിന് അർത്ഥം അറിയാത്തതുകൊണ്ടാണ്, കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ്.
പക്ഷേ വചനമറിയാവുന്നവർക്കറിയാം കർത്താവ് പറഞ്ഞിരിക്കുന്നത് വേഗം വരാമെന്ന് പറഞ്ഞത് സ്വർഗത്തിൻ്റെ കലണ്ടറിൽ ഒരു ദിവസം 2 ദിവസമേ ആയിട്ടുള്ളൂ, അല്ലേ? 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇവിടെ ഭൂമിയിലെ നമ്മുടെ കലണ്ടർ ദൈവം പറഞ്ഞു നിനക്ക് 2000 വർഷമായിട്ടുണ്ട്. ഇനി ആർക്കും ഒരു സംശയം വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി അതിനപ്പുറമായിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്നുള്ളത്. ഇനി അല്ലെങ്കിൽ 10 ദിവസം ലേഖനം എടുത്തിട്ട് 3-ാം അധ്യായം വായിച്ചാൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് വചനം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ ഏതെങ്കിലും ഭാഷയെ പഠിച്ചോ, ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ട്രാൻസ്ലേഷനോ ആംപ്ലിഫൈഡോ അല്ലെങ്കിൽ ഏത് കൺകോർഡൻസ് ഏതൊക്കെ എടുത്ത് വേണം പഠിച്ചോ. പഠിച്ച ശേഷം പറഞ്ഞാൽ മതി, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. നീ മറന്നുപോകും. നമ്മൾ വിശ്വാസം വന്നിട്ട് കൂടി വന്നാൽ എത്ര വർഷമാണ് ജീവിക്കുന്നത്? വിശ്വാസം എന്തായാലും കൂടി വന്നാൽ 120 വർഷം വരെ ഒരു മനുഷ്യൻ്റെ ആയുസ് ഉണ്ടെങ്കിൽ കൂടി വന്നൊരു 100 വർഷം അല്ലെങ്കിൽ 100 മാക്സിമം എത്ര വേണം ഇരുന്നോട്ടെ, 100 വർഷം ഇരിക്കട്ടെ. ദൈവം പറഞ്ഞത് നിനക്ക് അത്രയും മാത്രം മതി. ഇതിനകത്ത് നീ ക്ലിയറായി പോയിക്കോ. എൻ്റെ സമയത്ത് ഞാൻ വന്നോളാം, നിൻ്റെ സമയത്തല്ല. എനിക്ക് ഇങ്ങനെയുള്ള തലമുറകൾ 10 തലമുറ കഴിഞ്ഞാലും എനിക്കൊരു ദിവസമേ ആകുന്നുള്ളൂ. 100 ആയുസുള്ള 10 തലമുറ മാറിയാൽ ദൈവം പറയും 10 തലമുറയ്ക്ക് 1000 വർഷമായെങ്കിൽ എനിക്കൊരു ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് തലമുറകൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ട് കേട്ടോ. തലമുറകളൊക്കെ കടന്നു പോയപ്പോഴും ദൈവം പറഞ്ഞു എൻ്റെ കലണ്ടറിൽ സമയമായിട്ടില്ല. അതുകൊണ്ട് പറയുന്നത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ഞങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേയുള്ളൂ. കർത്താവ് ദിവസമോ കള്ളനെ പോലെ വരും. നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നതൊക്കെ വരും, സംഭവിക്കും. 1000 വർഷം ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഒരു ദിവസം പോലെ ആയിരിക്കും. ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ 1000 വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു കാര്യമാണ്, വലിയ കണക്കൂട്ടില്ല. എന്നാൽ വചനപ്രകാരം ഇതിനെ ചിന്തിച്ചു കഴിയുമ്പോൾ കർത്താവ് വരുന്നേ എന്ന് കാറിക്കൂന്നോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്ത് കണ്ടിട്ടാ വിളിച്ചു പറയുന്നത്? എന്ത് കണ്ടിട്ടാ ഈ വലിയ കാര്യങ്ങൾ പറയുന്നത്? 2000 വർഷം അതുകൊണ്ടാണോ? അതാണോ? അത് ചില സംഭവങ്ങൾ കണ്ടതുകൊണ്ടാണോ? അത് ചില സംഭവം കാണുന്നുണ്ട്, ലക്ഷണങ്ങൾ. ഇതൊക്കെ സംഭവം പലതും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കഥ വരാൻ താമസിക്കുന്നില്ല എൻ്റെ അർത്ഥം. നമ്മൾ വെപ്രാളപ്പെടണ്ട. അതിൻ്റെ സമയത്ത് കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും. നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ഒരുക്കപ്പെടണം. അത് ഇപ്പം ഈ യുദ്ധം വരുന്നു പറയുകയാണ്. ഇപ്പം കപ്പൽ തടഞ്ഞിട്ടുള്ളൂ. അവർ പറയുന്നത് ഞങ്ങൾ വേണം ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഒരുപാട് ഡാറ്റ കേബിൾസ് പോയിട്ടുണ്ട്, കട്ട് ചെയ്ത് അങ്ങ് വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ കൈ കഴിഞ്ഞാൽ നാളെ മുതൽ ഇൻ്റർനെറ്റും ഒന്നും കാണത്തില്ല, ഉള്ളിലേക്ക് പോകും. മനസ്സിലായോ? പിടികിട്ടിയോ? ഈ കപ്പലിൻ്റെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കേബിൾ ഇട്ടിട്ടാണ് ഡാറ്റാസ് എല്ലാ രാജ്യത്തിലേക്കും അയച്ചിരിക്കുന്നത്. ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പിനൊക്കെ സഞ്ചരിക്കുന്ന അടിയിൽ കൂടെ കേബിൾ ഇട്ടപ്പോൾ എല്ലാവരും ഇട്ട് കുഴപ്പമില്ല, സന്തോഷമെന്ന് പറയും. പക്ഷെ അവർ പറയുക ഇപ്പം ഞങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. കളഞ്ഞാൽ തീർന്നില്ലേ? പിന്നെ അത് റിപ്പയർ ചെയ്യാണ്ട് ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസം. വെള്ളത്തിന് അടിയിൽ പോയി പണിയാനുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ലോകം പേടിക്കുക. ഇതുകൊണ്ട് ഈ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളുമൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച് വെച്ചല്ല അവൻ തന്നെ കടക്കിൽ കത്തിവെക്കും, അതെല്ലാം തീരും. അതുകൊണ്ട് എല്ലാവരും നെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുകയൊന്നും വേണ്ട. എന്നാണിത് ബ്ലാക്ക് ഔട്ട് ആകുന്ന പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ലഭിക്കുമ്പോൾ സന്തോഷത്തോടെ ആയിക്കൊള്ളുക. ഇതെല്ലാം തീർന്ന അവസാനം നമ്മൾ ഹർമയുദ്ധത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായല്ലോ, അന്ന് വരുന്ന ആയുധങ്ങളൊക്കെ മിസൈലോ ഡ്രോണുകളോ ഒന്നുമല്ല. കാരണം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുമെന്ന് ഉണ്ടാക്കി വെച്ചതെല്ലാം താഴെയിടും, എല്ലാം കട്ട് ചെയ്ത് കളയും. പിന്നെ അവസാനം പ്രാചീന യുഗം പോലെയാകും. പറഞ്ഞു കേട്ടൊക്കെ ചില രാജ്യങ്ങളെ ഞങ്ങൾ പ്രാചീന യുഗത്തിലേക്ക് കടത്തിവിടും, ശിലായുഗത്തിലേക്ക് കടത്തിവിടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ശിലായുഗത്തിലേക്ക് കടത്തിവിടുമെന്ന്. ഈ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ശിലായുഗത്തിലേക്ക് പറഞ്ഞു വിടാൻ കഴിയുമെങ്കിൽ ദൈവം പറഞ്ഞത് ശരി തന്നെയാ, ശിലായുഗത്തിലേക്ക് പോകും. കാരണം എല്ലാവരും അത് തീരുമാനിച്ചാൽ മതി. എനിക്കും വേണ്ട നിനക്കും വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു കാലം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാനിന്ന് രാത്രി പറയുന്നത് ലോകം അങ്ങനെ ചെയ്തുകൊള്ളട്ടെ. പക്ഷേ അവർ തമ്മിലടിക്കും, കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ കർത്താവിൻ്റെ വാഗ്ദത്തം നിറവേറുമെന്ന്
രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അവൻ ഒരുക്കിയിരിക്കുന്ന ഒന്നും ഇല്ലാതാക്കി കളയത്തില്ല. ആ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് ലഭിക്കാനുള്ളതാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന് സമാപന വാക്കുകളിലേക്കാണ് നാം അടുത്ത് പ്രവേശിക്കുന്നത്. രാത്രിയിൽ ഒരു ചോദ്യം ഞാൻ ദൈവാത്മാവിൽ ചോദിക്കുക: നാം ഇന്നും ആത്മീയമായി വളർച്ചയിലും വെളിച്ചത്തിലുമാണോ? സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിന്റെ വെളിച്ചം കൊണ്ട് പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്ന ജ്ഞാനമാണോ നമ്മളിലുള്ളത്? വെളിച്ചം കൊണ്ട് പിതാവ് അവനിൽ നിന്ന് വരുന്ന ജ്ഞാനം അതെത്ര വലുതാണെന്നറിയാമോ? അതേക്കുറിച്ച് യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. കാരണം ഇത് വായിക്കണം. കുടുംബജീവിതത്തിൽ കലകമുണ്ടെങ്കിൽ, സഭാജീവിതത്തിൽ കലകമുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരോട് ചേരാൻ കഴിയത്തില്ലെങ്കിൽ ഏത് ജ്ഞാനമാണ് പ്രാപിച്ചിരിക്കുന്ന മനസ്സിലാകണമെങ്കിൽ യാക്കോബ് എഴുതിയ ലേഖനം വായിക്കണം. എൻ്റെ 3-ാം അധ്യായം വായിക്കുന്നത്: നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവുമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ശാഠ്യം, ഈർഷ്യയും ശാഠ്യവും ഇതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നത് വായിച്ചാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. ഈർഷ്യ ശാഠ്യം ഒക്കെ ഉണ്ടെങ്കിൽ സകല കലക്കവും ഉണ്ടെന്നാണ് പറയുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർബലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതമില്ലാത്തതും ആകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവൻ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നുവെന്ന് ഇതേ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചങ്ങളുടെ പിതാവുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നിർമ്മലമായ ജ്ഞാനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഞാനിപ്പോൾ വായിച്ചു വന്നപ്പോൾ, പഠിപ്പിച്ചു വന്നപ്പോൾ ആ ഭാഗമെടുത്ത് ഞാനത് ചിന്തിച്ചതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉയരത്തുനിന്ന് വരുന്ന വെളിച്ചങ്ങളുടെ പിതാവിന് ആയിട്ടുള്ള ബന്ധത്തിൽ ദൈവ കഥ പറഞ്ഞു. ഇതാ പിശാചിനെ കുറിച്ച്, ഇതാ ഇരുട്ട് വരുന്നു, പിശാച് വരുന്നു, അവൻ എന്നോടൊരു കാര്യമില്ലെന്ന് പറയാൻ ഒറ്റടിയാത്തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു രീതിയായി തീരാതെ നാം എപ്പോഴും വെളിച്ചത്തുമുള്ളവരായി തീരുവാൻ, ഇതിലൊട്ടും നമ്മൾ ഇല്ലാതിരിക്കുവാൻ, വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവിൻ്റെ ആ ജ്ഞാനം, ഉയരത്തിൽ നിന്നിരുന്ന ജ്ഞാനം നമ്മൾ നിറയപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, വെളിച്ചമായി തീരുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അത് വെളിച്ചമാണ്. അതൊരിക്കലും ഒരു ജ്ഞാനം അതൊരിക്കലും ഈർഷ്യയല്ല, അത് ഒരിക്കലും അത് തർക്കമല്ല, വാദമല്ല, ഒന്നുമില്ലാതെ അത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയിരിക്കും. ആ ജ്ഞാനമാണ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത്. അതേ ജ്ഞാനമായിരിക്കണം പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് അപ്പോസ്തലനായ യാക്കോബ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ യാക്കോബ് എഴുതിയ ലേഖനം നമുക്ക് വായിക്കണം, അതേക്കുറിച്ച് മനസ്സിലാക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെക്കുറിച്ചും കണ്ണാടിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന അല്പം കുറച്ച് ഭാഗങ്ങളെ ഉള്ളെങ്കിലും ഒരു മനുഷ്യനെ യഥാർത്ഥമായി ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വളർച്ചയിലേക്ക് നയിക്കാൻ ഉതകത്തക്കമായ വലിയ ആത്മീയ മർമ്മങ്ങളാണ് ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇരുളായിരിക്കുന്ന നാം ഇരുളായിരുന്നു, ഇപ്പോൾ നാം വെളിച്ചമാകുന്നു. ഇപ്പോൾ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വന്ന ആ ക്രിസ്തുയേശുവിൻ്റെ വെളിച്ചം കൊണ്ട് അവൻ ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നാം വെളിച്ചമുള്ളതായി തീർന്നു. വെളിച്ചം നിലനിർത്തണം, അതോ നാം ഇന്നും ഇരുളിലാകുന്നുവോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം. നമുക്കിതുവരെയും ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ചോ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ അന്ധതമസിലായിരിക്കുന്നത്. ഭാവി കാലത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടില്ലെങ്കിൽ, ജീവിതത്തിന് ശേഷമായിട്ടുള്ള നമ്മൾക്ക് കാഴ്ചപ്പാടില്ലെങ്കിൽ ആത്മീയ അന്ധതയിലാണായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ഇരുൾ മാറി നിത്യതയെക്കുറിച്ചുള്ള പ്രകാശം ലഭിച്ചിരിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അതല്ല ഇപ്പോഴും ഇരുളിലായിരിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ വന്നിട്ടും നിത്യജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ,
നാം വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചുണർത്തുന്നത് നാം ഇരുളിലായിത്തീരാനല്ല, വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനാണ് കർത്താവ് നമ്മെ വെളിച്ചത്തെങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇരുളിലായിരിക്കുന്നെങ്കിൽ ഈ ഇതുവരെ പഠിച്ചിരിക്കുന്ന നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയെക്കുറിച്ചോ ഈ പറയുന്ന തേജസ്സിൻ്റെ യെരൂശലേമിനെ കുറിച്ചോ ഒന്നുമുള്ള ഒരു കാര്യങ്ങളിലും നമുക്ക് പങ്കാളിത്തം വഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ പ്രകാശം ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും. അല്ല എങ്കിൽ നാം എത്തിച്ചേരുന്നത് ഇരുൾ നിറഞ്ഞ ഗന്ധക തീപ്പൊയ്യാകുന്ന രണ്ടാമത്തെ മരണത്തിലേക്കായിരിക്കും. വെളിച്ചത്തെങ്കിലേക്ക് വരുന്നില്ല എങ്കിൽ, അന്ധതമസില ജീവിതം അവസാനിപ്പിക്കുന്നതെങ്കിൽ ഭയത്തോടെ വിളിച്ചു പറയട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്നുവരെയും അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെങ്കിലെ കുറിച്ചോ നിത്യതയെക്കുറിച്ചോ യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമയെക്കുറിച്ചോ നീതികരണത്തെക്കുറിച്ചോ അവൻ്റെ ഹൃദയത്തിൽ ഇരുൾ മാറ്റുന്ന വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ അവസാനമായി എത്തിച്ചേരുന്നത് ഇളാകുന്ന ഗന്ധം കത്തുന്ന തീപ്പിയാകുന്ന കൂരിലേക്ക്. അതാണ് ഏറ്റവും വലിയ ഇരുട്ടിലേക്ക് തള്ളിക്കളവീരെന്ന് പറയുന്നത്. നരകാഗ്നിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഇരുളിനെ കുറിച്ച് അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ മണ്ണമാകുന്ന ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള അതിഭീകരമായ യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കിയാണ്. ഒന്ന്, വെളിച്ചത്തിന്റെ ദൈവത്തോടുകൂടെ വസിപ്പാനുള്ള തേജസ്സിന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം. അത് ഭൗമിക തേജസ്സോടുകൂടി, അതല്ലെങ്കിൽ സ്വർഗീയ തേജസ്സിന്റെ ചന്ദ്ര തേജസ്, ഏറ്റവും തേജസ്സിന്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന സൂര്യ തേജസ് പ്രാപിപ്പാൻ നമ്മുടെ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഇരുളിലേക്കാ പോകുന്നെങ്കിൽ അവിടെയും വരാൻ പോകുന്നത്, ഇരുളിലേക്ക് പോകുന്നവരെ കുറിച്ചും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതേക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇരുളിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവര് രണ്ടായിട്ടാണ് അവരെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നെങ്കിൽ കഠിന ഭാവികളായി തീർന്നവർ, രണ്ട് അവര് ഒന്നെങ്കിൽ പാപികളായിട്ടുള്ളവർ അല്ലെങ്കിൽ കഠിന ഭാവികളായിട്ടുള്ളവർ. ഞാൻ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അതേക്കുറിച്ച് എടുക്കുന്നതായിരിക്കും. മനുഷ്യൻ എവിടെയായിരിക്കും അവസാന നിത്യതയിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ് നാളെ ദൈവം എടുക്കുന്നതായിരിക്കും. രാത്രിയിൽ നാം ഇവിടെ ഇത് പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ, അതേ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഇരുൾ മുഴുവനും മാറി ഒട്ടും ഇരുളില്ലാതെ വെളിച്ചമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഇരുളുണ്ടെങ്കിൽ അത് പൈശാചികന്റെ സാധനമാണ്. അവനുമായി യാതൊരു ബന്ധമില്ലാതിരിക്കുവാൻ ദൈവവചനത്താൽ കഴുകപ്പെട്ടവരായി, നിർമ്മലീകരണം പ്രാപിച്ചവരായി, ഇരുളേശമില്ലാത്ത, അതെ ഒട്ടും പോലും ഇരുളില്ലാത്ത ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇന്ന് രാത്രിയിലും ഇന്ന് ആത്മാവിൽ ഒരിക്കൽ കൂടി ഉത്ബോധിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഭാവികാല പ്രവചനങ്ങളുടെ കലവറയായ വെളിപ്പാട് പുസ്തകത്തിന്റെ പൂർത്തീകരണ സമാപന സന്ദേശങ്ങളാണ് 22-ാം അധ്യായത്തിന്റെ 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ എഴുതിയിരിക്കുന്നത്, 21 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാപന സന്ദേശം. നമ്മൾ ആമുഖം പഠിച്ചു. ഏത് കാര്യത്തിന് ആമുഖമുണ്ട്, അതിനൊരു സമാപനവുമുണ്ട്. നമുക്കറിയാം, മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം, ആമുഖമാണ്. പക്ഷേ സമയമെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം സമാപന മീറ്റിംഗാണ്. സമാപനമുണ്ട്. ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ 21-ാമത്തെ വാക്ക് വരെയുള്ള വാക്യങ്ങൾ സമാപന സന്ദേശങ്ങളാണ്. നമ്മൾ പ്രാരംഭത്തിൽ ആമുഖ വാക്യങ്ങൾ പഠിച്ചതുപോലെ സമാപന വാക്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൻ്റെ 6-ാം വാക്യം വായിക്കുന്നത്, പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യം. നമ്മുടെ വിശ്വാസയോഗ്യ സത്യമാകുന്നുള്ളത് നമ്മൾ പല ആവർത്തി ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതേക്കുറിച്ച് റെഫറൻസ് എടുത്ത് വേണമെങ്കിൽ പഠിക്കാം. 1 തിമോഥെയോസിന്റെ
1-ാം 13-ാം വാക്യത്തിലും 4-ാം 9-ാം വാക്യത്തിലും 2 തിമോഥെയോസ് 2-ാം 13-ാം വാക്യത്തിലും തീത്തോസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുന്നതോടെ വെളിപ്പാട് ദിവസം 21-5 22-6 ഇങ്ങനെ പല ഭാഗങ്ങളിൽ വിശ്വാസയോഗ്യം സത്യമാകുന്ന ആവർത്തിച്ച് പറയുക. കാരണം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, ആരെ കൊണ്ട് പഠിക്കാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ പാപികളെ രക്ഷിപ്പാൻ വന്നത് വിശ്വാസം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെക്കുറിച്ച് യോഗ്യമായ വചനം എന്ന് പറഞ്ഞെങ്കിൽ യോഗ്യമായ വചനം അനുഭവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ യോഗ്യരാകുകയുള്ളൂ. അവസാനം പറഞ്ഞിരിക്കുന്നത് വിശ്വാസയോഗ്യവും സത്യവുമാകും. ഇത് വിശ്വാസയോഗ്യമാണ്, സത്യവുമാകും. ഇത് കാണിച്ചു കൊടുത്ത ദൂതൻ സാക്ഷീകരിക്കുകയാണ്. ആത്മാക്കളുടെ ദൈവമായ കർത്താവാണ് വേഗത്തിൽ സംഭവിപ്പാൻ. ആത്മാക്കളുടെ ദൈവം എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവം. ആരാണ് പ്രവാചകന്മാർ? പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ആൾക്കാരാണ് പ്രവാചകന്മാർ. 2-3 രീതിയിലുള്ള പ്രവാചകന്മാരുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഭൗമികമായിരിക്കുന്ന വിഷയങ്ങളെ പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട്. അത് നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി ദൈവം അയക്കുന്ന പ്രവാചകന്മാർ അവർ വേണം. അതാണ് ആവശ്യം. നാഥാൻ പ്രവാചകനായിരുന്നു. നാഥാൻ ഒരിക്കലും സങ്കീർത്തനങ്ങൾ ദാവീദ് രചിച്ച പോലെ രചിച്ചിട്ടില്ല. അവൻ രാജാവിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, ഭൗമികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രവചിച്ചു. പ്രവാചകന്മാരാണ് ഭൗമിക വിഷയങ്ങളെക്കുറിച്ച് പ്രവചിക്കും. എന്നാൽ പ്രവാചകനായിരുന്നു ദാവീദ്. ദാവീദ് പ്രവചിച്ചത് ഭൗമിക പ്രവചനമായിരുന്നില്ല. അദ്ദേഹം മശിഹയെക്കുറിച്ച് പ്രവചിച്ചു. അല്ലേ? ദാവീദ് നാഥാൻ പ്രവാചകനെ പോലെ പ്രവചിച്ചില്ല. ഭൗമിക പ്രവചനമല്ല നടത്തിയ അഗബോസ് പ്രവാചകനായിരുന്നു. ലോകത്തിൽ ക്ഷാമം വരാൻ പോകുന്നു പറഞ്ഞു. പക്ഷെ എന്നാൽ അഗബോസ് പ്രവചിച്ചത് ഭൗമിക എന്ന് പറഞ്ഞാൽ ഭൂമിയോടുള്ള ബന്ധത്തിലുള്ള, ജീവിതത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ സംഭവിച്ചു. എന്നാൽ പൗലോസ്, കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരായിരിക്കുന്നവർ അവർ പ്രവചിച്ചത് ഒരിക്കലും ക്ഷാമം വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല അവർ പ്രവചിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇപ്പം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവാചകൻ പറയുമ്പോൾ എനിക്ക് ആശ്വാസമാണ്. എൻ്റെ എന്നെ ആശ്വസിപ്പിക്കുക. അല്ലേ? പ്രവാചകൻ എന്ന് പറയുക, മകളെ നീ ഭയപ്പെടേണ്ട, നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കും, ഭാരപ്പെടരുത്, പ്രയാസപ്പെടുന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ കറങ്ങി, വല്ലാതെ ഭാരപ്പെട്ട് ഒരു ദൈവശബ്ദം കേൾക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരു ആശ്വാസത്തിന്റെ വാക്ക് ദൈവാത്മാവിൽ പറയുന്നത് നിശ്ചയമായിട്ടും സഭയ്ക്ക് ആവശ്യമാണ്. വല്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുമ്പോൾ, ഒരു ആശ്വാസമില്ലാതിരിക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തന്മാരായിരിക്കുന്ന പ്രവാചകന്മാരെ മനുഷ്യ ഹൃദയങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി സഭകളിലേക്ക് അയക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രവാചകന്മാർ ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അവര് വരുന്നത് നമ്മുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടിയാണ്, നമ്മളെക്കുറിച്ച് ഉള്ള ദൈവ പദ്ധതി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നെ ആശ്വസിപ്പിച്ച അനവധി പ്രവാചക വാക്യങ്ങൾ ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. നമുക്ക് ആവശ്യം അത് അത്യാവശ്യമുള്ള കാര്യമാണ്. ദൈവസഭയ്ക്ക് പ്രവചനം ആവശ്യമാണ്, തുച്ഛീകരിക്കരുതെന്ന് പറയുന്നത്. എന്നാൽ അതല്ലാതെ ഇതൊരു മാർഗമാണ്. കാരണം പ്രവചനം കൃത്യമാണെങ്കിൽ പ്രവചിക്കുന്ന ദൈവദാസന്മാർക്കും അതിൻ്റെ വിലയും മാന്യതയൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ പ്രവചനം ആവശ്യമാണ്. ദൈവസഭയ്ക്ക് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേശകന്മാർ 5 ദിവസ ശുശ്രൂഷ ദൈവസഭയ്ക്കുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കള്ളപ്രവചനം നടത്തുന്നത് കണ്ടുകൊണ്ട് സത്യപ്രവചനത്തിന് വിലയില്ലാതെ പോകത്തില്ല കേട്ടോ. നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിക്കേ. വല്ലാതെ ഭാരപ്പെട്ടിരുന്നപ്പോൾ, പ്രയാസപ്പെട്ടിരുന്നപ്പോൾ ഒരു ദൈവദാസൻ വന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവവചനം നമ്മളെ ആശ്വസിപ്പിച്ചില്ലേ, നമ്മളെ വിടിവിച്ചില്ലേ, നമ്മളെ ആ പ്രതിസന്ധി മറികടക്കുവാൻ ആ വചനം നമുക്കൊരു അത്താണിയായി തീർന്നില്ലേ? അത് ദൈവം അയക്കുന്ന പ്രവാചകന്മാരാ, ആശ്വാസത്തിന് വേണ്ടി അയക്കുന്ന പ്രവാചകന്മാരാ, നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി അയക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രവചനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മറ്റൊരു പ്രവചനം കള്ളപ്രവചനമാണ്. ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് പ്രവചിക്കും. എവിടെ നിന്നെങ്കിലും ആരുടെയൊക്കെ ഫോൺ നമ്പർ എടുക്കും, അങ്ങനെ വിളിച്ചു ചോദിക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഫോൺ നമ്പർ വിളിച്ച് പറയുന്നതൊന്നും പ്രവചനമല്ല. അതൊന്നും ആത്മീയ പ്രവചനമല്ല. എന്നിട്ട് വീടിരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ വെറുതെ വിളിച്ച് പറയുന്നതൊന്നും പ്രവചനമല്ല. അതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല.
നമുക്ക് ആവശ്യമില്ല. എന്നാൽ നമുക്ക് വേണ്ടത് ദൈവാരിലൂടെയെങ്കിലും അറിയിക്കും. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ആത്മാവ് വിളിച്ച് പറയട്ടെ, തക്ക സമയത്ത് നമ്മളെ അറിയിക്കേണ്ട ദൂത് ദൈവം നമ്മളെ അറിയിക്കും. തെറ്റ് ചെയ്താൽ അത് വെളിപ്പെടുത്താൻ വേണ്ടി നാഥാൻ പ്രവാചകനെ അയച്ചതുപോലെ, നാഥാൻ പ്രവാചകൻ ദൈവം അയച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ദാവീദിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആലയം പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നീയല്ലെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ തെറ്റ് ചെയ്തപ്പോഴും പറഞ്ഞു കൊടുത്ത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മളെ കുറിച്ച് ദൈവം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മളെ. എന്നാൽ ദാവീദ് പ്രവാചകനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി ചെയ്തിട്ട് അവൻ്റെ കല്ലറ നമ്മുടെ ഉണ്ടല്ലോ, അവൻ പ്രവാചകൻ. പക്ഷെ അവൻ പ്രവചിച്ചത് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച്, വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ദാവീദ് പ്രവചിച്ച്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭാവി സംബന്ധമായ നിത്യത സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടുന്നവരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരുടെ ആത്മാക്കളെ കുറിച്ചല്ല. അപ്പൊ നമുക്ക് പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം മനസ്സിലാകണം, നമുക്ക് ഭാവികാല സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. എത്രയോ പേർക്ക് അത് മനസ്സിലാകാതെ പോകുന്നു, അല്ലേ? എത്രയോ പേർക്ക് മനസ്സിലാകാതെ പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അതിൻ്റെ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ഭാഗമായി തീരാൻ, മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചെങ്കിൽ കർത്താവ് പറയുന്നു, പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർ കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് പ്രവചനാത്മാവിലുള്ള ഒരു പഠനമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ് വെളിപ്പെടുത്തി തരുന്നത്. പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭാവികാലത്ത് മേലാൽ സംഭവിക്കാനുള്ളത്, വേഗത്തിൽ സംഭവിക്കേണ്ടത്, നമ്മളെ കുറിച്ച് ഭാവിയിൽ സംഭവിക്കേണ്ടത്, നിത്യതയിൽ നമുക്ക് സംഭവിക്കേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പഠനത്തോടെ അയക്കുന്നത്. അങ്ങനെ അതിനെ പഠിക്കുമ്പോൾ അതിനെ ദൈവാത്മാവ് സംബോധന ചെയ്തിരിക്കുന്നത് അവർ പ്രവാചകന്മാരാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരെന്നല്ല. ഞാനിപ്പം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രവചിപ്പാനുള്ള പ്രവചന ശുശ്രൂഷ എനിക്ക് ദൈവം തന്നിട്ടില്ല. പ്രാർത്ഥിക്കും. എനിക്ക് ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് എനിക്ക് അതിനുള്ള വിവേചിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടില്ല, ശുശ്രൂഷ തന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു ശുശ്രൂഷ എനിക്ക് തന്നിട്ടില്ല. നമ്മളെല്ലാം പ്രവാചകന്മാരാണ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആത്മാവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഭാവി കാലത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ബന്ധത്തിൽ ദാവീദ് പ്രകാരമാണോ പ്രവാചകനായത്, അതുപോലെ ആ പ്രവാചകൻ, പഴയ നിയമത്തിന്റെ പ്രവാചകൻ ക്രിസ്തുവിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിന്റെ പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാവി കാലത്തെക്കുറിച്ച് പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിരുന്ന കാര്യം പറയും, ദൈവത്തിന്റെ ആത്മാവ് തരുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ശുശ്രൂഷകളുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷയങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ എന്ന് പറയുന്നത്, അങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാർ എന്ന് പറയുന്നത് കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. അപ്പോൾ പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഭാവി കാലത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നവരെല്ലാം ആത്മീയ പ്രവാചകന്മാരാണ്. അവർക്ക് വേണ്ടിയാണ് ദൈവം വേഗത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളത് എനിക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ സന്ദേശം കേൾക്കുന്നവരെല്ലാവരും ആരാണ്? ഈ വെളിപ്പാട് ദിവസം പഠിക്കുന്നവർ, ദൈവവചനം പഠിക്കുന്നവർ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുന്നവർ, മനസ്സിലാക്കുന്നവർ. ഗ്രഹിച്ചെടുത്തത് എന്താ? മനസ്സിലാക്കിയത് എന്താ? നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് പറയാമോ? ഭാവി കാലത്തെക്കുറിച്ചാ പഠിച്ചത്. ഭാവികാല സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഭാവികാല സംഭവം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, മേലാൽ എന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കും എന്ന് ഭൗമികമായ ജീവിതത്തോട് ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല നാം ചിന്തിച്ചത്. നാം ചിന്തിച്ചത് ഈ ശ്വാസം വിട്ട് ശേഷമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, നിത്യതയുള്ള ബന്ധത്തിലെ ഭാവികാല സന്ദേശങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരുടെ ആത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വായിക്കേണ്ടത് പ്രവാചകന്മാരുടെ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കുള്ളതല്ലല്ലോ. ചിന്തിക്കരുത്, ആത്മീയ പ്രവചനമാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ ഉദാഹരണം പറഞ്ഞത്. ദാവീദ് ഒരിക്കലും ആരോടും പോയി പ്രവചിച്ചൊന്നുമില്ല. നാഥാൻ പ്രവചിച്ചതുപോലെയോ മറ്റൊരു പ്രവാചകന്മാർ പ്രവചിച്ച പോലൊന്നും പ്രവചിച്ചില്ല. എന്നാൽ അവൻ പ്രവചിച്ചത് ക്രിസ്തുവിനെ കുറിച്ച്. എത്രയോ സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി, അല്ലേ? അവൻ്റെ കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോഴൊക്കെ കർത്താവിനെ ദർശിച്ച് അവൻ എഴുതി. അപ്പം അതുകൊണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനം
നമ്മളിന്നും പാടാറില്ലേ, വായിക്കാറില്ലേ? അവൻ്റെ കഷ്ടം എഴുതിയ മുഴുവൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ എഴുതിയല്ല, കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ആത്മാക്കളുടെ ദൈവമായ കർത്താവാണ് കാണിച്ചു തരുന്നത്. ഈ പ്രവചനത്തിലെ സകല വചന പ്രവചനങ്ങളും വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് സിംഹാസനിരിക്കുന്ന ദൈവം പ്രഖ്യാപിച്ച കാര്യത്തെ ഒന്നെടുത്ത് ഉദ്ധരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 21-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പിതാവാം ദൈവ സ്വർഗീയ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളെ എടുത്ത് ആവർത്തിച്ചുദ്ധരിക്കുകയാണ് ഇവിടെ ഈ ദൂതൻ കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വെളിപ്പാടത്തിന്റെ ആ വാക്യങ്ങളുടെ ഏറെ സാമീപ്യമുള്ളതാണ് ഈ ഇതിന്റെ സമാപന സന്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 22-ാം അധ്യായം 7-ാം വാക്യം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. 22-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 22-ാം അധ്യായത്തിൽ തന്നെ 22-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക ഞാൻ വേഗത്തിൽ വരുന്നെന്ന് പറയിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ 22-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയിക്കുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ അധ്യായത്തിൽ തന്നെ ആവർത്തിച്ച് പറയുകയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. എന്നിട്ട് അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും. ഇത് രണ്ടും രണ്ട് ദൈവീയ പ്രത്യക്ഷതകളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയും. അപ്പൊ അത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലാണ് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. എന്നാൽ 22-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇത് ഇതിന്റെ മർമ്മം മനസ്സിലാക്കിയ വായിച്ചാൽ മനസ്സിലാകും. ഇതല്ലെങ്കിൽ ഇത് കാര്യം പിടിയിട്ടില്ലെങ്കിൽ എത്ര വായിച്ചാലും മനസ്സിലാകത്തില്ല, ഇങ്ങനെ ഒഴുകി പോവുകയുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 22-ാം അധ്യായം 7-ാം വാക്യം മനസ്സിലായല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വചനത്തിലെ പ്രവചനം ഭാഗ്യവാനാകും. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഈ വചനം വായിച്ച് കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാകുന്നെന്ന് പറയുമ്പോൾ ഇവിടെ വായിച്ച് കേൾക്കുന്ന പറഞ്ഞില്ല, കാരണം അതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് ജീവിതത്തിൽ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിൻ്റെ മധ്യാകാശ വരവിന് വേണ്ടി ഒരുക്കപ്പെടാനുള്ള സന്ദേശമാണ് 22-ാം അധ്യായം 7-ാം വാക്യത്തെ ഇതാ ഞാൻ വേഗത്തിൽ വരും. ഇതാണ് നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും അതിപ്രധാനമായ കാര്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. അപ്പോൾ സഭ എന്താ പറയേണ്ടത്? ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു പറയുമ്പോൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്നാണ് പറയേണ്ടത്. സഭയോട് പറഞ്ഞിരിക്കുന്നത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 22-ാം അധ്യായത്തിന്റെ അത് പറഞ്ഞിരിക്കുകയാണ്, ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ വീണു. ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹപ്രത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് മണവാട്ടി സഭയോടുള്ള ബന്ധത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വചനം പ്രമാണിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വചനം എടുത്തു വെച്ചിട്ട് ഇതൊന്നാണെന്ന് പഠിപ്പിക്കരുത്. ഇതിന്റെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളതിന്റെ കാര്യം മനസ്സിലാകണം. അപ്പം ഈ 27-ാം വാക്യം വായിച്ചപ്പോൾ ഇത് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ തുറന്നു വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പറയുകയാണ്, ഈ ദൂതൻ പറയുക, നിന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ പുത്രത്വം പ്രാപിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘത്തിൽപ്പെട്ടവനാ നീ. ആ സംഘത്തിലുള്ള സഹോദരന്മാരെ എല്ലാവരുടെയും ഭൃത്യനാണ് ഞാൻ, സഹഭൃത്യനാണ്. കാരണം നിങ്ങൾ ആരാണ്? വചനം പ്രമാണിക്കുന്നവരാണ്. ദൈവവചനം പ്രമാണിക്കുന്നവരാണ് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്
പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാഗ്യവാന്മാരായിട്ടുള്ളവരാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന പഠനത്തിനവസരത്തിലേക്ക് വരുമ്പോൾ പറയണം, ആരംഭത്തിൽ വായിച്ചു, ഇത് വായിക്കുന്നവനും വായിച്ചു കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് പറയുകയാണെങ്കിൽ, ഇത് എഴുതി വന്നപ്പോൾ ഇത് വായിച്ചു കേട്ടു, ഇത് നാം വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുക, ഇത് നീ കേട്ടത് 1-ാം അധ്യായം മുതൽ ഇതിന്റെ അവസാനം വരെ നീ കേൾക്കാൻ ഇരുന്ന് തന്നതിന്റെ കാരണം നിന്റെ അകത്തൊരാഗ്രഹമുണ്ട്. പലരും വായിച്ചു തുടങ്ങി, മറിച്ചു വെച്ച് മടക്കി വെച്ചു മടങ്ങിപ്പോയി, പിന്നെ കണ്ടില്ലവരെ. കാരണം അവർക്ക് സാധിക്കത്തില്ല. എന്നാൽ ഇത് പ്രമാണിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഭാവിയിൽ എനിക്ക് വരാനുള്ളതിനെ കുറിച്ചുള്ള വാഞ്ചയുള്ളത് കൊണ്ടാണ് അത് മടക്കി വെക്കാതെ കേൾക്കുന്നത്, മറന്നു പോകാതെ അല്ലെങ്കിൽ മടുത്തു പോകാതെ വായിച്ചു കേൾക്കുകയും ചെയ്തു വന്നത്. പ്രമാണിക്കുവാൻ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് കർത്താവ് അതോട് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്. ഈ പുസ്തകത്തിന്റെ പ്രവചനത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയുക, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. രാത്രി ഞാൻ ഈ സന്ദേശം നിർത്തട്ടെ. നാളെ ദൈവം വെച്ചാൽ ഇതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഇതിന്റെ തുടർന്നുള്ള ഭാഗം കൂടി ഞാൻ വേഗത്തിലൊന്ന് അതിന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പിന്നെ അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ 22-ാം അധ്യായത്തിന്റെ 6 മുതൽ അതിന്റെ 9 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ഭാഗ്യവാന്മാരോടുള്ള ബന്ധത്തിൽ, അഥവാ മനുഷ്യവംശത്തിലെ ആദമിക വംശത്തിലെ ഏറ്റവും മഹാഭാഗ്യവാന്മാരായി തീരുവാനുള്ളവരോടുള്ള ബന്ധത്തിലാണ് 22-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് പറഞ്ഞിരിക്കുന്ന 10 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേഗത്തിൽ വരുന്നു, ഞാൻ വേഗം വരുന്നു പറഞ്ഞിട്ട് പറയുകയാണ്, പ്രതിഫലം കൊടുക്കാൻ വരുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ്. രണ്ടാമത്തെ വരവിലാണെന്നുള്ള തെളിവ് കൂടി തന്ന് ഞാൻ ഇന്ന് ഈ രാത്രി സന്ദേശം അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ് ഭൂമിയിൽ പ്രതിഫലം നൽകുന്നത്. അപ്പോൾ പ്രതിഫലം നൽകാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ച് പറയുന്നത്, ഞാൻ വേഗം വരുന്നതിന് വേണ്ടിയാണ് അറിയോ? പ്രതിഫലം നൽകാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്, പ്രതിഫലം നൽകാൻ വേണ്ടി. പക്ഷേ കർത്താവ് മധ്യാകാശത്ത് വരും, നമ്മളെ അവിടെ കൊണ്ടുപോയി മഹാപ്രതിഫലമായ ക്രിസ്തുവിനെ നമുക്ക് നൽകാൻ വേണ്ടിയാ. രാത്രി കണ്ണുകളടയ്ക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങളും ഏതിനു വേണ്ടിയാണ്, ഏത് പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത് പ്രിയപ്പെട്ടവരെ? അപ്പോൾ 2 പാരഗ്രാഫുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് മധ്യാകാശ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ ഭാഗ്യകരമായ അവസ്ഥയ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ കരുതേണ്ടത്. രണ്ടാമത് പറയുന്നത്, ഞാൻ വന്ന് ഭൂമിയിൽ വെച്ച് ദൈവം പ്രതിഫലം കൊടുക്കുന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. അന്ന് വന്നു കഴിയുമ്പോൾ മഹത്വ സിംഹാസനത്തിൽ നമുക്കറിയാമല്ലോ, പ്രതിഫലം നമുക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് അറിയാം. അത് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിൽ വരുന്നത്. എന്നാൽ നമുക്ക് തരാൻ വേണ്ടിയല്ല. ദൈവസഭയ്ക്ക് പ്രതിഫലം നൽകുന്നത് ഭൂമിയിൽ വെച്ചല്ല. നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അവിടേക്ക് കൊണ്ടുപോയി അവന്റെ പുത്രനെ അവനെ ആത്മമണവാളനായി അവനെ നമുക്ക് നൽകാൻ പോകുന്നതിനേക്കാൾ വലുതായിട്ടുള്ളൊരു പ്രതിഫലമല്ല. സ്വർഗ്ഗ സിംഹാസനിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ രാത്രി പറയണം, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ വചനം കേൾക്കുവാനും അതെ വായിച്ച് കേൾപ്പിക്കുവാനും അത് പ്രമാണിക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നതുകൊണ്ട് രാത്രി കലമുയർത്തി എല്ലാവരും പറഞ്ഞാട്ട് നിർഭാഗ്യവന്റെ അവസ്ഥയിൽ മാറി ദൈവം നമ്മളെ ഭാഗ്യവാന്മാരാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദിവസം സന്തോഷപ്പെടണം. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സായിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി
ആഗ്രഹത്തോടെ വാഞ്ചയോടെ ആയിരിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾക്ക് അതിന്റെ സന്ദർഭോചിതമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കഴിയുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് പ്രതിഫലം നൽകാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്നത് മണവാട്ടി സഭയ്ക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി അല്ല, സ്വർഗീയത്തെ പ്രാപിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുക സ്വർഗാസ്വർഗത്തിൽ ചെന്നിട്ടാണ്. എന്നാൽ കഥ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും പറഞ്ഞിട്ട് അങ്കി വെളുപ്പിക്കണമെന്ന് പറഞ്ഞ ഭാഗത്ത് നാളെ ചിന്തിക്കുന്നതായിരിക്കും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി 22-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തീർന്നു. ബാക്കിയുള്ള ഭാഗം നാളെ ദൈവവിൽ ആശ്രയിച്ച് നമുക്ക് വേഗത്തിൽ തീർക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ, നമ്മൾ ഭാഗ്യവാന്മാരാണോ അല്ലയോ? അത് നാം ഭാഗ്യമുള്ളവരാണോ? ഇന്നും ഒരുപക്ഷെ പറഞ്ഞിട്ട് ഒരുപക്ഷെ നിരാശപ്പെട്ട് കാണും, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചൊന്നും നടക്കുന്നില്ലല്ലോ, എൻ്റെ തലമുറയുടെ കാര്യം നടക്കുന്നില്ലല്ലോ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. അതിവിടെ കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കാര്യങ്ങളും ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം മണ്ണോട് ചേരുമ്പോൾ തീരും. എന്നാൽ നാം കണ്ണടയ്ക്കുന്നതിന് മുമ്പായി നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ദൈവമുണ്ട്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനുണ്ട്. അതിനപ്പുറമായി കണ്ണടഞ്ഞു കഴിഞ്ഞാലും നല്ല നാം കർത്താവിന് കാഹളം ധനിക്കുകയാണെങ്കിൽ അവൻ്റെ കാഹളത്തെങ്കിൽ അവൻ വരുമ്പോൾ അവനോടുകൂടെ ചേർന്ന് അവനെ പ്രതിഫലമായി തീരുവാൻ ആ മഹാപ്രതിഫലം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഭയത്തോടെ സന്തോഷത്തോടെ ഭാരമായി തീരാതെ സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ബൈബിൾ ക്ലാസ് ഒരു ഭാരമായി തീരാതെ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹമറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി പറയണം, ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ക്രിസ്തീയ ജീവിതം ഭാരമല്ല, സന്തോഷമാണ്. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, മഹാഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അത് പ്രാപിച്ചെടുക്കുവാനുള്ള വലിയ വാഞ്ചയോടെ ആയിരിക്കും ഇനിയുള്ള ശിഷ്ട ജീവിതമെന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ധന്യരായി. ദൈവമായ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ